ഇന്ന് രാത്രി യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ യേശുക്രിസ്തു നിന്റെ ഉള്ളിലേക്ക് വരും. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. 5 പൈസ മുടക്കണ്ട. ആടിനെയും കൊണ്ട് കൊടുക്കണ്ട, പോത്തിനെയും കൊടുക്കണ്ട, കാളയും കൊണ്ട് കൊടുക്കണ്ട, പൂങ്കോഴിയും കൊടുക്കണ്ട, പെടക്കോഴിയും കൊടുക്കണ്ട. കോഴി വേണ്ട, കണ്ടിച്ച് കറി വെച്ച് കൂട്ട്. ദൈവത്തിന് നിന്റെ കോഴിയൊന്നും വേണ്ട. പുതുപ്പള്ളിക്ക് 5 കോഴി, അത് അവർ കാശുണ്ടാക്കുന്നുണ്ട്. അങ്ങേരിത് അറിഞ്ഞ കേസ് പോലുമല്ല. മനസ്സിലായോ? സ്തോത്രം. കോഴിയും താറാവൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് നിന്നെ ആവശ്യം. നിന്റെ വസ്തു നിലവൊന്നും ഭൂമിവതിൻ്റെ പൂർണ്ണതയും ഭൂതലവതിൻ്റെ നിവാസികൾ യഹോവയ്ക്കുള്ളതാ. യഹോവയ്ക്ക് നിന്നെ ആവശ്യം. അപ്പൊ ഇന്ന് രാത്രി കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്ക്, രക്ഷപ്പെടും. അതെ, ഇങ്ങനെ ഈ മാർഗത്ത് വരുവാൻ ദൈവം കൃപ നൽകി. ശുശ്രൂഷയിൽ ആയിരിക്കാൻ ദൈവം അവസരം നൽകി. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് വരെ ആയിരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചവർക്കും അതിൻ്റെ പിമ്പിൽ അധ്വാനിച്ചവർക്ക് ഒരിക്കൽ കൂടി നന്ദി. ദൈവവചനത്തിൽ നിന്ന് ഇന്ന് രാത്രി ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കാം. വായിച്ച തിരുവെഴുത്ത് പരിചിതമായ വാക്യശകലമാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കും അറിയാം. സ്തോത്രം. മോളെ, നീ അവിടെ അടങ്ങിയിരിക്കണം. ഇനി ഇതിനകത്തൂടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. ഇതുവരെ ഞാൻ സഹിച്ചു, കാരണം വചന ശുശ്രൂഷയിലോട്ട് പ്രവേശിക്കുക. പിന്നെ സാക്ഷ്യമൊക്കെ പറഞ്ഞപ്പം അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് അത് അങ്ങ് അനുവദിച്ചെന്ന്. ഇനിയും നടന്ന സ്തോത്രം. ഇനിയും വചന ശുശ്രൂഷ തീരുന്നത് വരെ ദൈവവചനം കേൾക്കണം. ഇഷ്ടമില്ലെങ്കിൽ സ്തോത്രം ഒന്നും പറയണ്ട, കണ്ണടച്ചാൽ നിലവിടിരുന്നാൽ മതി. ഓടി നടക്കാനൊക്കെയല്ല. ചില പറഞ്ഞു, നിങ്ങൾ സ്തുതിച്ചാലേ എനിക്ക് പ്രസംഗം വരുവുള്ളൂ. നല്ലതാ, പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ വേണ്ട. സ്തുതിച്ചാലും സ്തുതിച്ചില്ലേലും ദൈവം കരുണ ചെയ്താൽ ദൈവവചനം എടുത്ത ഭാഗം സംസാരിക്കാം. അപ്പം വളരെ ശ്രദ്ധയോടിരിക്കണം. പൗലോസ് സംസാരിച്ച വചനം ശ്രദ്ധിക്കയിൽ കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നെന്ന. ഇന്ന് രാത്രി ശ്രദ്ധിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പോൾ ശ്രദ്ധിക്കുക, തെസ്സലോനിക്കർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. 1-ഉം 2-ഉം ലേഖനം. ഞാൻ എപ്പോഴും പറയും, ഈ 2 ലേഖനത്തിൽ 2 പ്രത്യക്ഷതയാണ്. 1-ാം ലേഖനത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത, 2-ാം ലേഖനത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. ആ 2-ാം ലേഖനത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത തെളിവ് 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെ പറ്റി പൗലോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിക്കാം. 2-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത മതി. അപ്പോൾ അധർമ്മമൂർത്തി അത് എതിർ ക്രിസ്തുവാണ്. നാശയോഗ്യൻ, അധർമ്മമൂർത്തി, വരുവാനുള്ള പ്രഭു, തുമ്പകെട്ട ഇടയൻ, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ സ്വഭാവം അനുസരിച്ചായി പേരിട്ടേക്കുന്നത്. അതാണ് എതിർ ക്രിസ്തു. പത്രോസ്, യോഹന്നാനൊക്കെ ആ പേര് വളരെ ക്ലിപ്തമായിട്ട് പറഞ്ഞു, എതിർ ക്രിസ്തു. അപ്പോൾ 2-ാം ലേഖനത്തിലെ വിഷയം എതിർ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത അറിയാമല്ലോ. 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത. 1-ാം ലേഖനത്തിൽ നമുക്കറിയാം 5 അധ്യായങ്ങളുണ്ട്. 5 അധ്യായത്തിലും പൗലോസ് രേഖപ്പെടുത്തി യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. ആ ക്രമത്തിൽ ടീച്ചർ വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 9, 10 വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെടുത്ത്, 5-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളിലെല്ലാം യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് തെളിയിച്ചു. 1-ന്റെ 9-ഉം 10-ഉം വാക്യം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം ലഭിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവിടെ നിന്ന് ഉയർപ്പിച്ച പുത്രനും ആ വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കുന്നതിനുമായി നമ്മുടെ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്നു. അപ്പൊ വാക്യത്തിന്റെ വെളിച്ചത്തിൽ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നെന്ന്, വീണ്ടും വരുന്നെന്ന് യേശു പ്രത്യക്ഷപ്പെടുമെന്നാ പറഞ്ഞത്. ഒരു സന്തോഷവും ഇല്ല. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ഇക്കിളിയിടണം. പിള്ളേരെ അങ്ങനല്ലേ. യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. സ്തോത്രം. അധർമ്മമൂർത്തിയായി വരും അന്തിക്രിസ്തുവിനായി. അധർമ്മമൂർത്തിയായി വരും
അന്തിക്രിസ്തുവിനായി വഴി ഒരുക്കും നിജങ്ങൾ, ഭൂമിൽ വഴി ഒരുക്കും നിജങ്ങൾ. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ, എന്നുള്ളത്തിൽ ആശ നിൻ മുഖം കാൺമാൻ. രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിലവർ ദൈവ, രാഷ്ട്രീയ മത്സരത്തിൻ മധ്യത്തിലവർ ദൈവ രാജ്യത്തെ മറന്നിടുന്നു, ദൈവ രാജ്യത്തെ മറന്നിടുന്നു. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളതിൽ ആശ നിൻ മുഖം കാൺമാൻ, എന്നുള്ളതിൽ ആശ നിൻ മുഖം കാൺമാൻ. പാപത്തെ വെള്ളം പോൽ പാനം ചെയ്തിടുന്ന, പാപത്തെ വെള്ളം പോൽ പാനം ചെയ്തിടുന്ന, പാപത്തെ വെള്ളം പോൽ പാനം ചെയ്തിടുന്ന. പാപത്തെ വെള്ളം പോൽ പാനം ചെയ്തിടുന്ന പാതകർ പെരുകുന്നല്ലോ, ഭൂവിൽ പാതകർ പെരുകുന്നല്ലോ. എൻ പ്രിയനെ എന്തിനീ താമസമോ, എന്നുള്ളതിൽ ആശ നിൻ മുഖം കാൺമാൻ, എന്നുള്ളതിൽ ആശ നിൻ മുഖം കാൺമാൻ, എന്നുള്ളതിൽ ആശ നിൻ മുഖം കാൺമാൻ. അപ്പൊ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. അതാണ് നമ്മുടെ പ്രത്യാശ. അപ്പോൾ 1-ാം അധ്യായത്തിന്റെ 9-10 തിരുവെടുത്തി പറയുകയാ, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെ പ്രവേശനം ലഭിച്ചു സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വരുമെന്ന്. സ്തോത്രം. ഇനി വായിച്ചാട്ടെ ടീച്ചറെ, 2:19. നമ്മുടെ ഉറക്കെ വായിച്ചോ, കുറച്ചുകൂടെ ശക്തിയോടെ വായിച്ചു. കുണ്ടറയിൽ യാത്ര ചെയ്തതിന്റെ ക്ഷീണമുണ്ടെന്നറിയാം, എങ്കിലും അങ്ങോട്ട് വായിച്ചു. നമ്മുടെ കർത്താവായ മോനെ ഇതിന്റെ വോളിയം കൂടെ കൂട്ടിക്കൊടുക്ക. അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ. അവിടെ വായിക്കുന്നത് ഒന്നുകൂടെ വായിച്ചാട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷത, അവിടുത്തെ പ്രത്യക്ഷത. അവിടെയും വായിക്കുന്നത് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഇനി 3-ാം അധ്യായത്തിന്റെ 13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത. അവിടെയും യേശു പ്രത്യക്ഷപ്പെടുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള തിരുവെടുത്ത് അവിടെയും പ്രത്യക്ഷതയെ പരാമർശിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത ശിവപാസ്റ്റർ കൂടെ ഒക്കെ വായിച്ചോ, ടീച്ചർ തന്നെ വായിച്ചു. ഓളിയോ ഇല്ലല്ലോ. അതാ സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം
നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്തത് കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെ തെളിയിച്ചിരിക്കുക. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം പരിചിതമായ വാക്യമാണ്. 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാക്കട്ടെ. അടുത്തത് നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഈ 5 ഭാഗത്തും 5 അധ്യായത്തിലും യേശു വീണ്ടും വരുമെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. ഒരു തർക്കവുമില്ല, ഒരു സംശയത്തിനും ഹേതുവില്ല. യേശുക്രിസ്തു വീണ്ടും വരും. എത്ര കാലം ഞാൻ ഇവിടെ ജീവിക്കണം, അത്ര നാളും നിൻ കൃപയെ ഞാൻ സ്തുതിക്കും. എത്ര കാലം ഞാൻ ഇവിടെ ജീവിച്ചിടും, എത്ര നാളും നിൻ കൃപയെ ഞാൻ സ്തുതിക്കും. അത്രിദീപവാചികൾക്കും ചിത്രമായ നിന്റെ നാമം ഉത്തരോത്തരം സ്തുതിക്കുവാൻ അരുൾക നീ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ നീ നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം, 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെടുത്ത്, 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ഈ വാക്യങ്ങളെല്ലാം യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷത. ഈ തെസലോനിക്കരുടെ ഒരു വിശേഷത, 1-2 വിശേഷത. 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യം ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു. പൗലോസിന്റെ മിഷനറി യാത്രയിൽ ഉടലെടുത്ത ഒരു സഭയാണ് തെസലോനിക്ക സഭ. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയപ്പോൾ അവര് യാത്ര ചെയ്തു. അംബിപോലീസിലൊക്കെ കൂടി വന്നു. ഇവര് തെസലോനിക്കയിലെത്തി. ആ ഭാഗമൊക്കെ വചനം പഠിക്കുന്നത് നമുക്കറിയാം. അവിടെ വന്ന് 1-2 ശബത്തുകളിൽ പൗലോസ് തിരുവചനം ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷയിൽ ഇവിടെ ഒരു സഭ ഉടലെടുത്തു. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല, നിങ്ങൾക്കറിയാം. ഈ സഭ ഒരു അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. ആ സഭയുടെ 1-2 വിശേഷത, തെസലോനിക്ക സഭയുടെ 1-2 വിശേഷത. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ചേർത്തൊന്ന് വായിച്ചേ. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. എല്ലാവർക്കും മാതൃക. അപ്പോൾ തെസലോനിക്ക വിശ്വാസികളുടെ, തെസലോനിക്ക സഭയുടെ ഒരു വിശേഷത, ഇവരെല്ലാവർക്കും മാതൃകയുള്ള വിശ്വാസികളായിരുന്നു. എന്തുവാ ഇവരുടെ മാതൃക? ആ സഭയുടെ ആരംഭമൊക്കെ പഠിച്ചാൽ ഇങ്ങനെ, അവിടെ ഉപദേശിമാര്, മനസ്സിലാകുന്ന ഭാഷ പറയാ, ഉപദേശിമാർ ചെന്ന് നന്നായിട്ട് വചനം പറഞ്ഞു. വചനം പറയണം, വചനത്തിൽ അടിസ്ഥാനപ്പെട്ട് വളരണം. വചനമാ ചൈതന്യപ്പെടുത്തുന്നത്, വചനമാ ശക്തീകരിക്കുന്നത്, വചനമാണ് ശുദ്ധീകരിക്കുന്നത്, വചനമാ രോഗശാന്തി വരുത്തുന്നത്. വചനം ദൈവമാ. ഇത് അണ്ണാക്കിന് മധുരമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന തിരുവചനമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു വചനം കേൾക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിനകത്ത് ചെന്ന് ക്രിയ ചെയ്യും. നിന്റെ കുടുംബത്തിനകത്ത് രോഗികളുണ്ടെങ്കിൽ ഇവിടെ സംസാരിക്കുന്ന വചനം അവിടെ ചെന്ന് ആ രോഗത്തെ സൗഖ്യമാക്കും. അതിവേഗത്തിലോടുന്ന വചനം. ഇന്ന് രാത്രി ആ വചനം ശ്രദ്ധയോടെ കൈക്കൊള്ളണം. വചനത്തിന് ശക്തിയുണ്ട്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ.
കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യാൻ, ഇച്ചിരി നേരം ഒന്ന് സംസാരിക്കണം, ഇരിക്കാൻ പടക്. അയ്യോ ഇരുന്നു. യേശു പടകിലിരുന്ന് തിരുവായി മൊഴിഞ്ഞു, വചനം സംസാരിച്ചു. വചനം സംസാരിച്ച് കഴിഞ്ഞ് തീർന്നും പറഞ്ഞു, അങ്ങോട്ട് വീശാൻ പറഞ്ഞു. ദൂരോട്ടെങ്ങും പോകണ്ട, അങ്ങോട്ട് തന്നെ വീശിക്കോളാൻ പറഞ്ഞു. വീശി പെരുത്ത മീൻകൂട്ടമാണ്. അത് ഇങ്ങനെ അങ്ങ് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചുകൊണ്ട് നല്ലത്. ഈ വചനം ഇല്ലാത്തതിനെ ഉളവാക്കുന്നതാ, അല്ലെങ്കിൽ വചനം ചെന്ന് വിളിച്ചു വരുത്തുന്നതാ. അവിടെ വ്യക്തമായിട്ട് എഴുതാത്തത് കൊണ്ട് ഞാൻ ഇത് തിട്ടമായിട്ടൊന്നും പറയാൻ ആളല്ല. സ്തോത്രം. എന്തായാലും ഒന്നെങ്കിൽ യേശു വചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മീൻ അവിടെ ഉളവായി, അതല്ലെങ്കിൽ യേശു വചനം സംസാരിച്ചപ്പോൾ എവിടെയോ കൂട്ടമായി നിന്ന മീൻകൂട്ടം, ആമേൻ സ്തോത്രം, അവിടെ എത്തി. എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞത് വചനത്തിന് ശക്തി ഉണ്ടെന്നാ. ഇല്ലാത്തതിനെ ഉളവാക്കുന്നത് ആ ദൈവവചനം. ആമേൻ. വിളിച്ചു വരുത്തുന്നത് ആ ദൈവവചനം. ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ സകലതും ഉളവായി. ചൊന്നുണ്ടൻ വാക്കും മൂലമന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശത്തപ്പ വിണ്ണവൻ മുഖപതന്നു കാലാന്തരത്തിൽ വിണ്ണവനുടനെ പക്ഷികളൊക്കെയുമായി തന്നെയും അല്ലാത്തോയച്ചരങ്ങളും അപ്പൊട്ടുതെ ഉടനായി നേരെ മറിച്ച് നായകനേകിയൊരല്ലകളിൽ നിലയായി തന്നെയും അല്ലാ തൃണങ്ങൾ പല വൃക്ഷാധികരണങ്ങൾ വിത്തുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിക്കാൻ അവർ തൃണങ്ങൾ പല വൃക്ഷാധികരണങ്ങൾ വിത്തുണ്ടാകും മറ്റീനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിക്കാൻ അവനെന്ന് വെള്ളങ്ങളിൽ മീതിൽ പതിച്ചാൻ പരമേശൻ വെള്ളങ്ങളിൽ മീതിൽ പതിച്ചാൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് തിരുവായി മൊഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, തിരുവചനം സംസാരിച്ചപ്പോൾ അവൻ ഉളവാകാത്തതിനെ ഉളവാക്കി. ഇന്ന് രാത്രി ഏകാഗ്രതയോടെ, ഭക്തിയോടെ, ഭയഭക്തിയോടെ ഇവിടെ ഇരുന്ന് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം, അവൻ സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞെ, നീ കേട്ടോണ്ടിരിക്കുമ്പോൾ ഈ വചനം നിന്റെ വീട്ടിൽ ചെന്ന് ക്രിയ ചെയ്യും. അത് വിദേശത്തോ വിദൂരതയിലോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർ ഞരങ്ങുന്ന വിഷയത്തിൽ ഈ വചനം കടന്നു ചെല്ലും. ഇന്ന് രാത്രി നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. വന്നതുപോലെ ദൈവം നിന്നെ വിടത്തില്ല. നിരാശയോടെ വന്നത് സന്തോഷത്തോടെ തിരിച്ചയക്കും. രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന ദൈവശക്തി, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. വചനത്തിന് ശക്തിയുണ്ട്, ഇത് അതിവേഗത്തിൽ ഓടും. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവദാസന്മാർ തെസ്സലോനിക്കയിൽ വന്ന് ദൈവവചനം പറഞ്ഞു. ഇനി ദൈവവചനം പറയുന്നതിനുമുണ്ട് മെത്തേഡ്. 1:5 വായിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല. മൈക്കിൽ കൂടെ ഒന്ന് വായിക്കാമെങ്കിൽ നമുക്കിവിടെ കേൾക്കാം. അമ്മാമ്മ പെട്ടെന്ന് വായിച്ചു, നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്കിലും അമ്മാമ്മയുടെ അനുവാദത്തോടെ മൈക്കിൽ കൂടെ ഒന്ന് വായിപ്പിച്ചോട്ടെ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും. ശക്തിയോടെ തന്നെ വായിച്ചു, ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ. ഇപ്പൊ നിങ്ങൾ പറയും, ഇതാ ഇയാൾ പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾ വായിക്കാത്തത്. അല്ല, ഞങ്ങൾക്ക് വായിക്കാൻ അറിയാൻ മേലായിട്ടൊന്നും. എനിക്കത് ഇരിപ്പ് കാണാം. വിൽസംഭാഷണ ഭാര്യയൊക്കെ അതാ ഉന്നം വെച്ചിരിക്കുന്നത്. ഇതാ ഞങ്ങൾ വായിക്കാത്തത്. എങ്ങനെ വായിച്ചാലും. പണ്ട് ഒരു ഉപദേശി ഉണ്ടായിരുന്നു, പ്രസംഗം തുടങ്ങിയാൽ അച്ഛന്മാരെ എല്ലാം കുറ്റം പറയും, അച്ഛനെയും മെത്രാച്ചനെയും എല്ലാം അങ്ങ് കുറ്റം പറയും. അപ്പം ഇത് കമ്മിറ്റിക്കാർ കേട്ട് മടുത്തു. ഇയാൾ എപ്പോൾ തുടങ്ങിയാലും അച്ഛന്മാരെയും മെത്രാന്മാരെ കുറ്റം പറഞ്ഞില്ല. പുള്ളിക്ക് കൊടുക്കാതിരിക്കാനും ഒക്കുകയല്ല പ്രസംഗം. ഇല്ല, ജനം ബളം ഉണ്ടാക്കും. എല്ലാ കൊല്ലവും പുള്ളി ഇതാ തുടക്കത്തിലേ പറയും, അച്ഛനെയും മെത്രാച്ചനെയും കുറ്റം പറയും. അപ്പം കമ്മിറ്റിക്കാർ, സുവിശേഷ കമ്മിറ്റിക്കാർ തീരുമാനിച്ചു, കൊടുക്കാതിരുന്ന പ്രശ്നമാണ്. കൊടുത്താൽ വായിന്ന് വരുന്ന ഇതാ. പിന്നെ എന്നാ ചെയ്യും?
അപ്പോൾ ഒരു ബുദ്ധിമാൻ പറഞ്ഞു, അതേ പുള്ളി വാക്യം എടുത്തുകൊണ്ട് വരുന്നത് കൊണ്ടാണ് നമുക്കിട്ട് ഈ കുത്തെല്ലാം കുത്തുന്നത്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നമുക്കെല്ലാം കൂടെ തീരുമാനിച്ചൊരു വാക്യം പുള്ളിക്ക് കൊടുക്കാം, അപ്പോൾ അതങ്ങ് പ്രസംഗിച്ചോളും. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു അതൊരു നല്ല ഇടപാടാണ്. അപ്പോൾ ചോദിച്ചു, നമ്മൾ ഏത് വാക്യം പറഞ്ഞാലും പുള്ളി അച്ഛനെയും മത്രാനെയും. അപ്പോൾ ഒരു ബുദ്ധിമാൻ പറഞ്ഞു, ഒന്നും പറയാത്ത വാക്യം ഉണ്ടെന്ന് പറഞ്ഞു. ഏതാ? ഉൽപ്പത്തി 1:1. ആദിയിൽ ദൈവം, അല്ല ആകാശവും ഭൂമിയുടെ കാര്യം പറഞ്ഞു വെച്ച് പൊക്കോളുമെന്ന് പറഞ്ഞു. അത് തീരുമാനിച്ച് എല്ലാവരും സെലക്ട് ചെയ്തു. ഉപദേശി വന്നും പറഞ്ഞു, ഉപദേശി ഇത് പ്രസംഗിച്ചാൽ മതി, ഉൽപ്പത്തി 1:1. പുള്ളി ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും പ്രസംഗിക്കാം. പുള്ളി തീരുമാനിച്ചു. സദസ്സിൽ വന്നു. സമയത്ത് പ്രസംഗത്തിന് സമയം കൊടുത്ത് പുള്ളി പറഞ്ഞു, ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് ഒരു വാക്യം വായിക്കാം. ഒരാൾ വായിച്ചു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഉടനെ പുള്ളി പറയാ, അതെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയാണ് സൃഷ്ടിച്ചത്, അല്ലാതെ മെത്രാനെ അച്ചാനെ അല്ലെന്ന് പറഞ്ഞു. ആദിയിൽ ദൈവം സൃഷ്ടിച്ചത് ആകാശവും ഭൂമിയാണ്, അല്ലാതെ ഈ ഇരിക്കുന്ന മെത്രാനെ അച്ഛനെയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ അതാ ആര് വായിച്ചാലും അയാൾ എന്തേലും എങ്കിലും ദൈവദാസി സഹായിക്കുന്നതിൽ നന്ദി. ദൈവം ദീർഘായുസ് തരട്ടെ. ഒന്നുകൂടെ വായിച്ചോ, 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, കുറെ വാക്യം പറയുക മാത്രമല്ല. മനസ്സിലായോ? സുവിശേഷം വാക്യം മാത്രം പറഞ്ഞാൽ പോരാ, അതിനകത്ത് എന്തൊക്കെ വേണമെന്ന് അടുത്ത വാക്യം. പിന്നെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ വചനം പ്രസംഗിക്കണ്ടേ. അതാ സുവിശേഷം. ശക്തി ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം, ബഹുനിശ്ചയം. ആ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഇന്ന് ചിലയിടത്ത് വചനം നന്നായിട്ടുണ്ട്, ശക്തിയില്ല. നമുക്ക് വായിക്കാം. വെളിപ്പാട് 4:1. അനന്തരം ഒന്ന് ഞാൻ പറയുന്നില്ല, ഈ വാക്യത്തെ 8ആയിട്ട് പിരിക്കാം. ഒന്നാമത്തെ പിരിവിന് 7 ഉപപിരിവുകൾ. ആ 7 ഉപപിരിവിലെ നടുക്കത്തെ പിരിവിനെ വീണ്ടും 3ആക്കി പിരിക്കാം. ഇങ്ങനെ പിരിച്ചു പോകുന്നതല്ലാതെ ചക്തിയൊന്നുമില്ല. അത് കുഴപ്പടിയാ. എന്നാൽ വേറെ ചില സ്ഥലത്ത് പിരിക്കുന്നൊന്നുമില്ല, ഇവന്മാർ കിടന്നങ്ങ് പിരിയുക. വചനമൊന്നുമില്ല. വാക്യം വായിച്ചു പറഞ്ഞ എനിക്കൊന്നും മിണ്ടാൻ മേല. എടാ, നിന്നെ പറയാനല്ലേ വിളിച്ചേ, അല്ലേ? ഈ പന്തൽ വിട്ട് ഈ കാശുമെല്ലാം മുടക്കി ഇതെല്ലാം കൂടെ ഇണക്കിയത് എന്നിട്ട് നീ ഇവിടെ കയറിച്ച് പറയാം എനിക്കൊന്നും മിണ്ടാൻ മേലെന്ന്. പണ്ട് കുമ്പനാട്ട് ഒരാളെ ശുശ്രൂഷയ്ക്ക് വിളിച്ച് കൊടുത്തപ്പം പുള്ളി പറഞ്ഞു, ഞാനിവിടെ പ്രസംഗിക്കാൻ യോഗ്യനല്ല, എനിക്കതിനുള്ള കഴിവ് ഇല്ല. പുള്ളി നല്ല അന്തരീക്ഷത്തിലാണ് പറഞ്ഞത്, നല്ല മനുഷ്യനാണ്, നല്ല രീതിയിലാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു അച്ചായനുണ്ടായിരുന്നു, പുള്ളി അല്പം വേറൊരു പ്രകൃതക്കാരനാണ്. ഇറങ്ങി ആ പുള്ളി പ്രസംഗിച്ചേച്ച് വന്നും പറഞ്ഞു, ഇല്ലേ പാസ്റ്റർ ഇവിടെ പറഞ്ഞു കഴിവില്ല, അറിയത്തില്ല. അങ്ങനെ തന്നെ അവർ ഡേറ്റ് തന്നപ്പോഴേ പറയണ്ടേ കഴിവില്ല, അറിയത്തില്ല, അറിവുള്ള എത്രയോ എണ്ണോ IPCയിലുണ്ട്. അവർക്ക് സമയം കിട്ടുകയല്ലേ. അവരുടെ സമയം കവർന്നെടുക്കുകയും ചെയ്തു വന്ന ജനത്തെ. അപ്പം മനസ്സിലായി കാണും. വചന ശുശ്രൂഷയിൽ സുവിശേഷം വചനം മാത്രമല്ല ഇവിടെ വായിക്കുന്നത്, ആ ശക്തിയോടും പരിശുദ്ധാത്മാവിലും ബഹുനിശ്ചയം ഇത് വേണം. അപ്പോൾ ശുശ്രൂഷയിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം. ശക്തി ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവ് ഉണ്ടായിരിക്കണം, ബഹുനിശ്ചയം വേണം. ഇങ്ങനെയാണ് ദൈവദാസന്മാർ തെസ്സലോനിക്കയിൽ വചനം ശുശ്രൂഷിച്ചത്, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. അങ്ങനെ വചനം ശുശ്രൂഷിച്ചപ്പോൾ അവിടെയുള്ളവർ വചനം എങ്ങനെ കൈക്കൊണ്ടത്, എങ്ങനെ സ്വീകരിച്ചത്? 6-ാം വാക്യം 6. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. സ്തോത്രം. മതി. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ
വചനം കൈക്കൊണ്ടു. വചനം കൈക്കൊണ്ട്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയാം. ഇവിടെ വന്നിരിക്കുന്നതിൽ സിംഹഭാഗം ആൾക്കാരും കഷ്ടങ്ങളിൽ കൂടി പോകുന്നതാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധ കഷ്ടം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. പറയാൻ പറ്റുന്ന കാണും, പറയാൻ പാടില്ലാത്ത കാണും, രഹസ്യമായി ഹൃദയത്തിൽ വെച്ച് ഞരങ്ങുന്നവർ കാണും. എന്തെങ്കിലുമൊക്കെ കഷ്ടങ്ങളിൽ കൂടിയാ ഇന്ന് രാത്രിയോടെ വന്നിരിക്കുന്ന സകല ആൾക്കാരും വന്നിരിക്കുന്നത്. എന്നാൽ അങ്ങനെയുള്ളവരോട് ഒരു കാര്യം വചനത്തിൽ നിന്ന് പറയാം. ബഹു കഷ്ടമൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും ദൈവസന്നിധി വന്നു കഴിയുമ്പോൾ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സന്തോഷത്തോടെ തിരുവചനം കൈക്കൊള്ളണം. അങ്ങനെ സന്തോഷത്തോടെ തിരുവചനം ഏറ്റെടുത്താൽ ഇന്ന് രാത്രി നമുക്ക് എല്ലാ നിലയിലും അനുഗ്രഹവും വിടുതലുമാണ്. നമ്മുടെ സന്തോഷം ധാന്യവും വീഞ്ഞും മർദ്ദിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൽ. യഹോവയാകുന്ന യാഗം നമ്മുടെ ബലമാണ്. ദൈവത്തിന് മഹത്വം. നമ്മുടെ സന്തോഷം കർത്താവിലാണ്. അപ്പോൾ ദൈവദാസന്മാർ ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവോടും തിട്ടത്തോടെ വചനം, ശക്തിയോടെ വചനം സംസാരിച്ചു. അപ്പോൾ അവർ കേട്ടത് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അങ്ങനെ വചനം കൈക്കൊള്ളണം. ഇങ്ങനെ ഈ സഭ അവിടെ ഉടലെടുത്തത്. അപ്പൊ ഈ സഭയുടെ ഒരു പ്രത്യേകത 8-ാം വാക്യത്ത് വായിക്കുക. എന്തുവാ തെസ്സലോനിക്ക സഭയുടെ വിശേഷത? അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി. അപ്പൊ ഇവരുടെ മാതൃക കഷ്ടത്തിന്റെ തീച്ചൂളയിൽ കൂടെ കടന്നു പോയപ്പോഴും സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. രണ്ടാമത്തെ മാതൃക ഇവരുടെ വേല വിശ്വാസത്തിന്റെ വേലയാ. അതാ 1-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ കിടപ്പുണ്ട്. നിങ്ങളുടെ പ്രയത്നം വേല വിശ്വാസത്തിന്റെ വേലയാണ്. വായിച്ചേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും. വിശ്വാസത്തിന്റെ വേല. ഈ വേലയുടെ പ്രത്യേകത വിശ്വാസത്തിന്റെ വേലയാ. ഇപ്പോൾ ആ പെന്തിക്കോസുകാരി ചിലർക്ക് പൈസയൊക്കെ ആയത്. പണ്ട് കാശൊന്നുമില്ലായിരുന്നു. കാശൊന്നുമില്ലെങ്കിൽ നല്ല വിശ്വാസമായിരുന്നു. പണ്ട് 1-2 പേർക്കൊക്കെ ഇച്ചിരി കാശ് ഉള്ളൂ. ആകെ എല്ലാം പരിവക്കേടാ. പിന്നെ ഇപ്പോൾ പിള്ളേർ അമേരിക്കയിലും പേർഷ്യയിലും ഒക്കെ പോയി ഇച്ചിരി 10 പുത്തനുണ്ട്. അപ്പോൾ ഇച്ചിരി ഇളക്കമൊക്കെ ചിലർക്കുണ്ട്. അതിരിക്കട്ടെ. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. കപ്പ പുഴുങ്ങിയതും മുളക് ഉടച്ചതും ഇല്ലയോ? അടച്ചോറ്റിപ്പലകെ വെച്ച് മുളകെല്ലാം ഉടച്ച് അതെല്ലാം കൂടെ കപ്പ അതിലോട്ട് മുക്കി ഊത്തലെടുത്ത് പെരക്കി വിറ്റ് ഓടിയതൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇപ്പം പിന്നെ പമ്മിയിരിക്കുന്നതേ ഉള്ളൂ. കൊച്ചാക്കാൻ പറഞ്ഞതല്ല, അങ്ങനെയൊക്കെ ഈ വേല. പക്ഷേ അന്ന് നല്ല വിശ്വാസമാണ്. അന്ന് ആശുപത്രിക്കാർ തള്ളുന്ന കേസെല്ലാം ആരാധനയെ കൊണ്ടുവരിക. ആരാധനയിൽ വിടുതലാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് മറ്റ് തത്തുല്യമായ ആശുപത്രിക്കാരെ തള്ളുന്ന കേസ് അതെല്ലാം ഇങ്ങ് കൊണ്ടുവരും. ഇവിടെ ആരാധിച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പം വിടുതലാണ്. ഇന്നത്തെ ആരാധന നേരെ തിരിഞ്ഞു. ആരാധിച്ചാ നേരെ ആശുപത്രിയിലോട്ട്. പാസ്റ്ററെ ഞങ്ങൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് കഴിഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോകണ്ട. പാസ്റ്റർ പറയും ഞാനതിന് മുന്നേ പോകും, നിങ്ങൾ ആരാധിച്ചോണം, ഞാൻ കുറ്റവല്ലി പറയുന്നത് ഒക്കെന്നെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ ഒരു സഹായം. സ്തോത്രം. ഞാൻ അതിൻ്റെ ഒരു വശം പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ പണ്ടത്തെ പെന്തിക്കോസ് അങ്ങനല്ല. ആശുപത്രിക്കാർ തള്ളി അങ്ങേയറ്റം പറ്റുന്ന കേസെല്ലാം പെന്തിക്കോസിൽ കൊണ്ടുവരും. ഇവിടെയുള്ള ദൈവമൊക്കെ കാശില്ലെന്നേ ഉള്ളൂ, പക്ഷെ നല്ല വിശ്വാസമാണ്. അതാ വിശ്വാസത്തിൻ്റെ വേല. വേല ആരംഭിച്ചതെല്ലാം വിശ്വാസത്തിൻ്റെ വേലയാണ്. കേട്ടിട്ടുണ്ട് പണ്ട് സൈമൺ സാറ് മേൽപ്പാടത്ത്, ഞാൻ ഇന്നാളെ എവിടെയോ പറഞ്ഞു, മേൽപ്പാടത്ത് ആദ്യമായിട്ട് ശുശ്രൂഷയ്ക്ക് വന്നു. KV സൈമൺ, മഹാകവി സൈമൺ സാറ്. അപ്പം മേൽപ്പാടത്ത് ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് അങ്ങോട്ട് പോകുക. അപ്പം കുട്ടനാട്ടുകാർക്ക് അറിയാൻ പറയുമ്പോൾ കെട്ടുവരമ്പ്, ആ വരമ്പേ കൂടി ഇങ്ങനെ നടന്നു പോവുക സാറ്. അപ്പം സാറ് നീളക്കുറവാണല്ലോ. നിങ്ങൾ ആരെങ്കിലും സാറിനെ കണ്ടിട്ടുണ്ടോ? ആരേലും? ഞാനും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. പക്ഷെ സാറിനെ കാണാൻ വേണ്ടി സരസകവി മൂലൂര് ഒരു ഛായാപത്യം എഴുതി വെച്ചിട്ടുണ്ട്. സൈമൺ സാർ എങ്ങനെ ഇരിക്കുമെന്ന് കണ്ടിട്ടില്ല. പക്ഷെ പദ്യം, ഛായാപത്യം അത് മൂലൂരിങ്ങനെ ഹ്രസ്വത്വം പൂണ്ടഗാത്രം, വലിയ തല വലുതായിരുന്നു. ഹ്രസ്വത്വം പൂണ്ടഗാത്രം, നീളക്കുറവായിരുന്നു. ഗാത്രം ശരീരം, ഹ്രസ്വം ചെറുതേ. ആള് നീളക്കുറവാണ്. അതുകൊണ്ട് നീളം കുറഞ്ഞെന്നോർത്ത് തലക്കിട്ടടിക്കുമൊന്നും ചെയ്യരുത്. സാറിനെ കണ്ടുപടി. നീ
7 അടി പൊക്കം വെച്ചിട്ട് കാച്ചിന് ഗുണമില്ലാതെ നടക്കുന്നതല്ലേ നല്ലത്. ഹ്രസ്വത്വം പൂണ്ടഗാത്രം വലിയ തല വലുതായിരുന്നു. ഹ്രസ്വത്വം പൂണ്ടഗാത്രം വലിയ തല വിശാലാപമാകും ലലാടം. ലലാടം നെറ്റിത്തലം. പുള്ളിക്കാരിക്ക് അതെല്ലാം അറിയാം. ഹ്രസ്വത്വം പൂണ്ടഗാത്രം വലിയ തല വിശാലാപമാകും ലലാടം വശ്യോത്തിത്വം സ്വപക്ഷ പ്രകടനമടിമാ അക്ഷരപ്രസ്ഫുടത്വം അസ്വാർത്ഥ പ്രീതി തേജസ്ഫുരിതം മുഖം മൗഢ്യം ഉത്കൃഷ്ടവാനാമീ സൈമൺ കൊച്ചുമർത്യൻ സുമതി പൊടിപൊടിപ്പു പ്രസംഗ പ്രഭാവം. ആരോട് പറയാൻ? അതാ സൈമൺ സാറ്. ഇപ്പം അത്ര പറഞ്ഞാൽ മതി. അപ്പോൾ ഈ സാറ് വിശ്വാസത്തിൻ്റെ വേലയാന്ന് പറയാനാ. ഈ സാറ് മേൽപ്പാടത്ത് ശുശ്രൂഷയ്ക്കും കൊണ്ട് ആദ്യമായിട്ട് ചെന്നപ്പോൾ കെട്ടുവരമ്പേ കൂടെ ഇങ്ങനെ നടന്നപ്പം കുട്ടനാട്ടുകാർക്കും ഇവിടെ ചെന്നിത്തല പുഞ്ചയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ചില പദങ്ങൾ. കറുകപ്പുല്ല് കാല് തട്ടി കറുക കാല് തട്ടി സാറ് ഇങ്ങനെ വീഴാൻ നേരത്ത് കൂടെ നിന്ന് ശിഷ്യന്മാർ അയ്യോ സാറ് വീണില്ലോ എന്ന്. ഉടനെ സാറ് പറഞ്ഞ് മിണ്ടാതിരി ചെറിയാച്ചാ ഞാൻ ദേശം കൈയടക്കുകയെന്ന്, ദേശം ഞാൻ പിടിച്ചെടുക്കുകയെന്ന്. സാറ് വീണില്ല, അത് അതുപോലൊത്ത്. അങ്ങനെ ആ മേൽപ്പാടത്ത് ബ്രദർ സഭ ഉണ്ടാകുന്നത്. മനസ്സിലായോ? വിശ്വാസത്തിൻ്റെ വേല. പെന്തക്കോസ്തിന്റെ ആരംഭകാലത്തെല്ലാം ആദ്യ പിതാക്കന്മാരെല്ലാം വിശ്വാസത്തിൻ്റെ വേലയായിരുന്നു. കാശിന്റെ പണത്തിന്റെ കൊടുപ്പ് കൊണ്ടുണ്ടാക്കിയ വേലയല്ല, വിശ്വാസത്തിന്റെ വേല. ഇപ്പൊ കാശ് കണ്ടമാനമായപ്പം വേലയുണ്ട്. അത് സാറും പിന്നീട് പറഞ്ഞല്ലോ വേല. മൺമറഞ്ഞ മനുവേൽ ഉപദേശി ആ പാട്ടിന്റെ വരി പാടുമായിരുന്നു. ആ സാറിന്റെ പാട്ടാ, സൈമൺ സാറിന്റെയാ. വേല വേല എന്ന് ചൊല്ലി വേലയില്ലാത്തല്ലം പോലെ, വേല വേല എന്നു ചൊല്ലി വേലയില്ല സ്ഥലം പോലെ, നാലുപാടും തുറന്നുള്ള ജാല സുവിശേഷകര്, നാലുപാടും തുറന്നുള്ള ജാല സുവിശേഷകര്. കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ നീ, കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ നീ. അസലായി കാട്ടിക്കണം, ഡ്രസ് നന്നായിരിക്കണം. അസലായി കാട്ടിക്കണം, ഡ്രസ്സു നന്നായിരിക്കണം. വസ്തു തന്നെ ദൈവമെന്ന് തീർത്തു വയ്ക്കും ചടന്മാര്, വസ്തു തന്നെ ദൈവമെന്നു തീർത്തു വയ്ക്കും ചടന്മാര്. കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ നീ, കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ നീ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വേല വിശ്വാസത്തിന്റെ വേലയാ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെന്ന് ചെയ്യും. ഞാൻ പെന്തിക്കോസുകാരുടെ ഒരു കാര്യം പറയാം. ചുമ്മാ നീ നുണയും കൊതിയും കുരുക്കും കുഞ്ഞാമിയും ഒപ്പിച്ച് നടക്കാതെ വിശ്വാസത്തിന്റെ വാക്ക് പറയണം. എടാ, വഴിയെ നടന്നു പോകുന്നതിനെ ചൂണ്ടി പ്രാർത്ഥിക്കണം യേശുവിന്റെ നാമത്തിൽ. പ്രാർത്ഥിക്കണം. നീ നടന്നു പോകുമ്പോൾ ഓരോ വീട് ചൂണ്ടി പ്രാർത്ഥിക്കണം യേശുവിന്റെ നാമത്തിൽ. വിശ്വാസത്തോടെ പറയണം. ദേശം വിശ്വാസത്താൽ കൈയടക്കണം. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വാസത്തോടെ പറഞ്ഞാൽ ദൈവം അത്ഭുതം ചെയ്യും. നിന്റെ കുടുംബത്തിലുള്ളവരുടെ പേര് പറഞ്ഞ് വിശ്വാസത്താൽ സ്തോത്രം ചെയ്യണം. ദേശത്തെ ഓർത്ത് വിശ്വാസത്താൽ സ്തോത്രം ചെയ്യണം. അവൻ വിശ്വാസത്താൽ അവൻ ദേശം കൈയടക്കണം. ഇത് വിശ്വാസത്തിന്റെ വേലയാണ്. അപ്പൊ ഇവരുടെ മാതൃക ഒന്ന് വേല വിശ്വാസത്തിൻ്റെത്. സ്തോത്രം.
നമ്മുടെ പാട്ടും അതല്ലേ? അച്ഛനെഴുതിയല്ലേ? വേല നിന്റേത്, ആത്മാക്കൾ നിന്റേത്, നീ നട്ടിട്ടുള്ള തയ്യനാഥ പാലിക്ക്. അങ്ങനാന്നോ? ആ വേല നിന്റേത്, നട്ടിട്ടുള്ള തയ്യനാഥ പാലിക്ക്. അപ്പം ഇപ്പോഴത്തെ വേല കണ്ടോണ്ടേ ഞങ്ങളുടെ ഒരു അച്ചായൻ പുള്ളി പാടിയത് തന്നെ അച്ചായനെ കുറ്റപ്പെടുത്തി. അച്ചായൻ നല്ല പാട്ടെഴുതി, പുള്ളി ഉടനെ അത് തിരുത്തി. ഇപ്പോഴത്തെ വേലയെല്ലാം കണ്ടുകൊണ്ട് പുള്ളി പാടി. പുള്ളി വേറെ വരെ ഉന്നം വെച്ച് പാടിയതാ. വേല നിന്റേത്, വിളച്ചിലെൻ്റേത്. ഞാൻ പാടിയതല്ല, അച്ചായൻ നന്നായിട്ടാണ് അത് എഴുതിയത്. വേല നിന്റേത്, ആത്മാക്കൾ നിന്റേത്, നീ നട്ടിട്ടുള്ള തയ്യനാഥ പാലിക്കണമേ. വേല നിന്റേത്, ആത്മാക്കൾ നിന്റേത്, നീ നട്ടിട്ടുള്ള തയ്യനാഥ. അത് നല്ല പാട്ടാ. പിന്നെ അച്ചായൻ ചിലരുടെ വേല കണ്ടോണ്ടാ നമ്മുടെ അച്ചായൻ. ആ പാട്ട് ഞാൻ പിന്നെ തരാം. ഇത് നല്ല അനുഭവത്തിൽ നിന്ന് എഴുതിയ പാട്ടാണ്. അപ്പോൾ ഇത് വിശ്വാസത്തിന്റെ വേലയാണ്, വിശ്വാസത്തിന്റെ വേല. അപ്പൊ ഇവരുടെ മാതൃക ഒന്ന് വേല, വിശ്വാസത്തിന്റെ വേല. ഇടയ്ക്ക് കയറി പറയാൻ രണ്ട്, ഇവര് നല്ല വേർപാടുള്ള ദൈവമക്കളായിരുന്നു. വേർപാട് എന്തോ അവരുടെ വേർപാട് വായിച്ച മാമേ 1-ാം അധ്യായത്തിന്റെ 8, 9, 10 ഒന്നുകൂടെ വായിച്ച അവിടെ വേർപാടിനെ പരാമർശിക്കുന്ന പദമുണ്ട്, വായിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ. ശ്രദ്ധിക്കുക, ഈ വാക്യങ്ങൾ അങ്ങോട്ട് മൊത്തത്തിൽ പഠിച്ചാൽ നിങ്ങൾ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിപ്പാനും, അടുത്തത് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് വന്നു. ഈ വാക്യത്തിന്റെ അർത്ഥം ഒറ്റ വാക്കിൽ അങ്ങ് പറയാം, ഇവര് വേർപാട് പാലിക്കുന്നവരായിരുന്നു. നേരത്തെ ഭജിച്ച, നേരത്തെ സേവിച്ച, സ്നേഹിച്ച പലതിനെയും ഇവര് വിട്ടിട്ട് സത്യദൈവത്തെ സേവിക്കുവാൻ ഇറങ്ങിത്തിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം, ജീവനുള്ള ദൈവം, കർത്താവാകുന്ന ക്രിസ്തു, അവിടുന്ന് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. അങ്ങനെ വാക്യം, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. തോമാസ് പറഞ്ഞ പദം നമുക്കറിയാം, എൻ്റെ കർത്താവും ദൈവവുമായുള്ളവേ. അവിടുന്ന് ദൈവമാണ്. യെശയ്യാവ് 9 അങ്ങനെ ആണല്ലോ, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവിടുന്ന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം. യേശുക്രിസ്തു സത്യദൈവമാണ്. അപ്പോൾ ഈ തെസലോനിക്ക വിശ്വാസികളുടെ ആ മാതൃക, ഒന്ന് വേല വിശ്വാസത്തിൻ്റെത്, രണ്ട് ഇവർ വേർപാട് പാലിച്ചു എന്ന് പറഞ്ഞാൽ നേരത്തെ ഭജിച്ച്, സ്നേഹിച്ച്, സേവിച്ച്, ആചരിച്ച്, അനുഷ്ഠിച്ച്, പിൻഗമിച്ച്, പിന്തുടർന്നതിനെ എല്ലാം ഇവർ വിട്ടു. അർത്ഥം ഇത്രയുള്ളൂ, വേർപാട് പാലിച്ചു. ദൈവമക്കൾ വേർപാട് പാലിക്കണം. കാണുന്നതിനെല്ലാം പോയി തലയിടരുത്. ഞങ്ങളുടെ അമ്മയുടെ ഭാഷയാ, എടാ ചെണ്ടപ്പുറത്ത് ഗോലിടുന്നിടത്തെല്ലാം പോകരുത്. അമ്മ പെന്തിക്കോസിലൊന്നുമല്ല അന്നാ പറഞ്ഞു, പക്ഷെ പറഞ്ഞത് എനിക്കിപ്പം പിടികിട്ടി. നമുക്ക് വേർപാട് വേണ്ടായോ? സ്തോത്രം. അതൊന്നും ഞാനിപ്പം ഇവിടെ ഒരു ദിവസത്തെ യോഗ അതുകൊണ്ടെല്ലാം പറയുന്നില്ല. ദൈവത്തിന് മഹത്വം, വേർപാട് പാലിക്കണം. അപ്പൊ ഇവര് മാതൃകാ വിശ്വാസികളാണ്. അങ്ങനെ മാതൃകയോടെ നിന്ന് ഇവരോട് പറയുക, യേശു പ്രത്യക്ഷപ്പെടും. അതാണ് 5ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയത്. അങ്ങനെ പറഞ്ഞ് 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. എന്തുവാ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കേണ്ടത്? ഓരോ അധ്യായത്തിലും ആശ്വാസത്തിന് ഉതകുന്ന കാര്യം പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 4-ാം അധ്യായത്തിന്റെ 17 വരെയുള്ള തിരുവെടുത്ത് പറയുമ്പോൾ ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്, ഇവിടെ പ്രധാനമായിട്ട് 4 കാര്യം എടുത്തു പറയുക. ആശ്വസിക്കേണ്ട 4 കാര്യം. ആശ്വാസം കിട്ടാത്ത ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്.
ചിലരുടെ രോഗികളായൊക്കെ ഇരിക്കുന്നവരോട് നമ്മൾ ചോദിക്കും, എങ്ങനുണ്ട്? ഒരല്പം ആശ്വാസം ഉണ്ട്. പിറ്റേന്ന് നമ്മൾ ചോദിക്കും, എങ്ങനുണ്ട്? ഇന്നലെ രാത്രി ആയപ്പോൾ പിന്നെ വെപ്രാളമായിരുന്നു. ഈ ലോകത്തിലെ ആശ്വാസമല്ല ഇങ്ങനെ. എന്നാൽ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളും. നമുക്ക് ആവശ്യം ദൈവവചനമാണ്. ഇവിടെ പ്രധാനമായിട്ട് പൗലോസ് 13-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് 4 കാര്യമാണ് ആശ്വാസത്തിനായിട്ട് എടുത്തു പറയുന്നത്. ഒന്ന്, ഞാൻ എപ്പോഴും പറയും, ഒന്ന് ഒരു മടങ്ങിവരവ് ഓർത്ത് ദൈവമക്കൾ ആശ്വസിച്ചോണം. 2, ഒരു ഉയർപ്പുണ്ട്, ആ ഉയർപ്പോർത്ത് നിങ്ങൾ ആശ്വസിക്കണം. 3, ഒരു രൂപാന്തരം നടക്കാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങൾ ആശ്വസിക്കണം. 4, ഒരു സമാഗമം നടക്കാൻ പോവുക, നിങ്ങൾ ആശ്വസിച്ചോണം. ഈ ദുഷ്ടലോകത്തിൽ പാപമുള്ള, അക്രമമുള്ള, അനീതിയുള്ള, വഞ്ചനയുള്ള വല്ലാത്ത ലോകം, ഇസങ്ങളുള്ള ലോകം, അനാസിസോ, ബാസിസോ, എത്തിസോ, ബാന്തിസോ, കമ്മ്യൂണിസോ, ലീഗലിസോ, മോഡേണിസോ ഒക്കെയുള്ള വല്ലാത്തൊരു ലോകമാണ്. വഞ്ചകന്മാരും ദൂഷകന്മാരും നന്ദി കെട്ടവരും ഇന്ദ്രിയമില്ലാത്തവരും അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവരും ആദരിക്കാത്തവരും സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ദൂഷകന്മാരും ഒക്കെ തിങ്ങിപ്പാർക്കുന്ന വല്ലാത്തൊരു ലോകമാണ്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വഞ്ചകന്മാരും മായാവികളുമുള്ള ലോകം. മുഴുവൻ മായയല്ലേ? ഇങ്ങനെയുള്ള ഈ ദുഷ്ടലോകത്തിൽ, ഈ പാപലോകത്തിൽ, അക്രമവും അനീതിയും വിളയാടുന്ന ഈ ലോകത്തിൽ നമുക്ക് ആശ്വാസം ദൈവവചനമാണ്. അല്ല, എന്നെ കേൾക്കുന്നവരോടെല്ലാം പറയാ, നിങ്ങൾക്ക് ആശ്വാസം ദൈവവചനമാണ്. ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞില്ലേ, ഈ വചനമൊക്കെ വന്നതുകൊണ്ടല്ലേ നമുക്ക് മാന്യമായിട്ട് ജീവിക്കാനും സംസാരിക്കാനും ഇടപെടാനും അവസരം ലഭിച്ചത്. സ്തോത്രം. എപ്പോഴും ഞാൻ പറയാം, പണ്ട് കാലത്ത് തമ്പുരാക്കന്മാരുടെ വീട്ടിലൊന്നും പാവത്തുങ്ങൾക്ക് ചെല്ലാൻ നല്ല ചേലായി. വല്യമ്മച്ചയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. വലിയ തറവാട്ടിലൊന്നും കയറാൻ ഒക്കുകയില്ല. കഞ്ഞി കൊടുക്കുന്നത് തന്നെ മുറ്റത്തിന് ദൂരെ കുഴി കുത്തി, ഇല കുമ്പിള് കുത്തി, അതും വിളമ്പാൻ പോകുന്ന പുള്ളിയും നല്ല നീളമുള്ള ചിരട്ടത്തവിയായിരിക്കും. അതിനൊക്കെ മാറ്റം വരുത്തിയത് ഇത് സുവിശേഷം വന്നതാണ്. അതിന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കല്ലേലിയാ പറയണ്ടേ. പിന്നെ ഈ മഴയും തണുപ്പും പിടിച്ച് ഇത്രയും ഒപ്പിച്ച് തന്നല്ലോ, വലിയ കാര്യം. സ്തോത്രം. പണ്ട് നാടുവാടി തമ്പുരാക്കൽക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചം ചുമന്നേ. പണ്ട് നാടുവാടി തമ്പുരാക്കൽക്കായി നമ്മൾ തണ്ടുവലിച്ചേ മണി മഞ്ചം ചുമന്നേ. പറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. പറ്റമണ്ണിൽ പണിയെടുത്തു ചത്തൊടുങ്ങിയ തലമുറതൻ അസ്ഥികൾ തോറും പൂത്ത പൂക്കളല്ലോ നാം. അത് പാടാൻ നേരമില്ല. ദൈവത്തിന് മഹത്വം. ഇതിനെല്ലാം മാറ്റം വരുത്തിയത് ഈ വചനം വന്നത് കൊണ്ടാണ്. ഇത് വായിച്ചപ്പോൾ ആ വിവരം ഉണ്ടായത്. അതെ, അതുകൊണ്ട് ഇതെവിടെയും കൊണ്ട് നടന്നോണം. മാറോട് മൊബൈലിനകത്ത് മാത്രമല്ല, ചേർത്ത് പിടിച്ചോണം. ഇപ്പം ചില ഉപദേശിമാർക്ക് ഇത് കൊണ്ടൊക്കെ നടക്കുന്നത് ഔട്ട് ഓഫ് ഫാഷനായിട്ടാണ്. നമുക്കിപ്പോൾ ഒരു സങ്കീർത്തനം വായിക്കാം, പുസ്തകമല്ല. ഏനാണ്ട ഇവനില്ല, ചുമ്മാ മൊബൈലും ടാബും കമ്പ്യൂട്ടറും തെറ്റാണെന്നോ വേണ്ടെന്നല്ല എൻ്റെ വാദം. ഒരു ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോൾ ഇതെടുത്ത് വായിക്കുന്നത് അതിൻ്റെ മാന്യതയും യോഗ്യതയും അന്തസ്സും
അതവൻ്റെ ദൈവീകത. ഇവിടെ ഒരുത്തൻ ചവടക്കാൻ വന്ന് അവൻ്റെ ഇരിക്കുക. നമുക്ക് 90-ാം സങ്കീർത്തനം ഇത് ഞെക്കിയിട്ടും വരുന്നില്ല. അവൻ വേറെ ഉപദേശിച്ച് 90 എടുത്ത് വെച്ചോണ്ടിരിക്കുക. ഇവനോട് പുള്ളിക്ക് കൊടുക്കുന്നുമില്ല. ഇവന് തോണ്ടുമ്പോൾ അത് കിട്ടുന്നില്ല. മനുഷ്യനെല്ലാം ചൂടെടുത്ത് നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞ് മാന്തി വെച്ച് പുള്ളി ഒരു 1.5 മണിക്കൂർ വെയിലത്ത് നീലപ്പെടുത്താൻ കിട്ടിയിരിക്കുക. മനുഷ്യനെല്ലാം പുള്ളി അങ്ങ് അമേരിക്ക നടന്ന കാര്യമാണ് പറഞ്ഞത്. ഇങ്ങേരെ അടക്കുകയല്ല. ഗതികേടല്ല, അതെന്നാ ചെയ്യാൻ? ഗുണപ്പെട്ടവനാന്നേ ഒത്തിരി ഒന്നും പറയണ്ട. അത്യാവശ്യം കാര്യം പറഞ്ഞിട്ട് വരുന്നവരോട് പറയണം യേശു രക്ഷിക്കും. നീ കുഴിക്കകത്ത് പോകുന്നതിന് മുന്നേ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. അത്രയും പറഞ്ഞേച്ച് പെട്ടെന്ന് അടക്കിയേച്ച് ഈ പണ്ണുണ്ട കഴിച്ചേച്ച് വീട്ടിൽ പോകണം. മെനക്കേട് കേസുകളല്ല. എന്തായാലും ഒരു കാര്യം പറയാം, ഈ തിരുവചനമാ നമ്മളെ ഉയർത്തിയത്. ഇതിനെ ഉയർത്തിയാൽ ഇത് നിന്നെ ഉയർത്തും. ഇതിനെ ആശ്ലേഷിച്ചാൽ ഇത് നിന്നെ ആശ്ലേഷിക്കും. ഇതെടുത്തവർക്ക് ആർക്കും ഒരു ദോഷവും വന്നിട്ടില്ല. അവരുടെ സന്തതിക്കും സന്തതിയുടെ സന്താനത്തിനും ദോഷം വന്നിട്ടില്ല, വരത്തുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളണം. അതിൽ ഒന്നാമത് ആശ്വസിക്കേണ്ടത് ഒരു മടങ്ങിവരവിനെ പറ്റിയാണ് അവിടെ പരാമർശിക്കുന്നത്. ആ 13 മുതലുള്ള തിരുവെടുത്ത് താഴോട്ട് പഠിക്കുമ്പോൾ ഒരു മടങ്ങിവരവ്. ചോദ്യം, ആര് മടങ്ങി വരുന്നു? മറുപടി, യേശു മടങ്ങി വരുന്നു. അതെന്താ മടങ്ങിവരവ് എന്നുള്ള പദം വന്നത്? പറയാം, ഒരു പ്രാവശ്യം ഇവിടെ വന്നതാ. അത് എപ്പോൾ വന്നു? കന്യാസൂനുമായി ഈ ഭൂമിയിൽ വന്നു. എന്തിനു വന്നു? പ്രാരംഭത്തിൽ ഓർപ്പിച്ചു, മനുകുലത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. അതെന്തിനാ? പുള്ളിയെ കൊണ്ട് ഒക്കുവോളോ? ഒക്കൂ. വേറെ ആരും പാപപരിഹാരം വരുത്തത്തില്ലേ? വരുത്തുകയല്ല, വരുത്തിയ ഒക്കത്തുമില്ല. അതല്ല, അവിടുന്ന് ദൈവമാണ്. പാപികളായ മനുഷ്യനെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത ഒരുവനെ കൊണ്ട് സാധ്യമാകൂ. യേശുക്രിസ്തുവിൽ പാപമില്ല. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല, പാപമേശിയിട്ടില്ല. പാപം തീണ്ടാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേശാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. യാതൊരു ഊനവും യേശുവില്ലെന്ന്. ഒന്ന്, കാണാൻ കൊള്ളാവുന്നവനാ യേശു. യേശുവിനെ കണ്ടിട്ട് ആർക്കും 5-ാം പനി വന്നിട്ടില്ല. ഞാൻ മിനിഞ്ഞാന്ന് യേശുവിനെ കണ്ടതാ, പിന്നെ എനിക്ക് പനിച്ചിട്ട് ചില കുരുമുളക് കിട്ട വെള്ളം. ഞാൻ യേശുവിനെ കണ്ട എന്നെ കിട്ടുകിട്ടുന്നു. എടാ പൊട്ടാ, യേശുവിനെ കണ്ടാരും പനിച്ചിട്ടില്ല. യേശുവിനെ കണ്ട തള്ളയുടെ പനി മാറുക ചെയ്തത്. അതാ യേശു. സ്തോത്രം. ആരുടെ അമ്മ പണ്ട് യോഗം വെച്ചിട്ട് മുടക്കിയ അമ്മാമ്മയാ. അതുകൊണ്ട് അമ്മാമ്മയോട് തന്നെ ചോദിച്ചത്. പിന്നെ എന്നാലും വന്നല്ലോ, പ്രാർത്ഥിക്കണേ. നമുക്കൊരു യോഗമൊക്കെ നോക്ക്. എന്നാ അത് തിരിച്ചെടുത്തേക്കുന്നു. പത്രോസിൻ്റെ അമ്മായിയമ്മ തള്ളച്ച് പനിച്ച് കിടക്കുക. സ്തോത്രം. യേശു മരുന്നുമായിട്ടല്ല എന്നത്. എന്നാ കൊച്ചമ്മ ആവി പിടിക്ക്, ബിക്സോടിട്ട്. എന്തോ ബാഗിനകത്ത് തപ്പിയെടുക്കുന്നത്? ഓടി, ഞാനിവിടെ വചനം പറയാ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു പത്രോസിന്റെ വീട്ടിൽ ചെന്നു. ആ അമ്മ പനി പിടിച്ച് കിടക്കുക. യേശു അവളെ തൊട്ടു, അന്നേരം പനി വിട്ടു. യേശുവിനെ കണ്ട ആരും പനിച്ചിട്ടില്ല, പനിക്കത്തില്ല. പനി പിടിച്ചവന്റെ പനി മാറുക ചെയ്തത്. ആ നസറായൻ ഇന്ന് രാത്രി നമ്മൾ നടുവ് ഉലാവിക്കൊണ്ടിരിക്കുക. കുഷ്ഠരോഗികൾക്ക് നല്ല സൗഖ്യമേകി, ദൃഷ്ടി പോയവർക്ക് പാപം കാഴ്ചയും നൽകി. കുഷ്ഠരോഗികൾക്കു നല്ല നഷ്ടജീവനായ ലാസർ 4 നാൾ കഴിഞ്ഞുയർത്ത്. ഭ്രഷ്ടരൊരയ്യായിരം ജനം അഞ്ചപ്പത്താൽ സിയോൻ
നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, നാശപാത്രമായ ലോകം ആകെ ഉത്തരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ, ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ. അവിടുന്ന് നാടെങ്ങും നന്മ സുവിശേഷിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സൗഖ്യമാക്കി, മുടന്തരെ അവൻ നടത്തുമാറാക്കി, ഊമർക്ക് സംസാരം ചോദിച്ചു കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു. വന്നവരാരും നിരാശയോടെ പോയിട്ടില്ല. നന്ദി കെട്ടവർ കൂടെ നന്മ ചെയ്തവനാ ക്രിസ്തു. ഊനമില്ലാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, പാപമേച്ചാത്ത, പാപം തീണ്ടാത്ത പരമവിശുദ്ധനാ ക്രിസ്തു. ടീക്കേസ് പാടി വച്ചിരിക്കുന്നത് അവനൊപ്പം പറയാൻ ഒരൊറ്റ ഒരുത്തനില്ല, അവനെ പോലെ ആരാധ്യനും. സ്തോത്രം. പാടുന്നില്ല, പാട്ടെല്ലാം അങ്ങ് പറയുക. സ്തോത്രം. അതുപോലെ ശ്രേഷ്ഠനായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഒരിക്കൽ ഇവിടെ വന്നു, മരിച്ചു, തിരുമരണം, അടക്കപ്പെട്ടു. കൊരിന്ത്യ ലേഖനം 15 പൗലോസ് പറഞ്ഞതുപോലെ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. തൻ്റെ ശിഷ്യവൃന്ദങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പോയി. ആ പോയ കർത്താവ് ഇപ്പോൾ സ്വർഗത്തിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. പക്ഷപാതം എന്ന് പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും പക്ഷം പിടിച്ച് അവിടുന്ന് ഇപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുക. ആ പക്ഷപാതം തികച്ചതിന് ശേഷം അവിടുന്ന് അധികം താമസിക്കാതെ വീണ്ടും വരും. അതാണ് ഒന്ന്. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം എന്തുവാ? യേശു വീണ്ടും വരും. എന്തിനാണെന്നറിയാമോ? തിരുസഭയെ ചേർക്കാൻ. ഏതാ തിരുസഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. അതാ സഭ. അല്ലാത്തൊന്നും സഭയല്ല, എല്ലാം സംഘമാ. കത്തോലിക്കർ പറഞ്ഞ ഞങ്ങളുടെ ആ തിരുസഭ എന്നാ. ശരിയായ സഭ തിരുസഭ. അവര് തിരുസഭ എന്ന കത്തോലിക്കെന്നൊന്നും പറയുകയല്ല അധികം. തിരുസഭ വത്തിക്കാനിൻ്റെ കീഴിൽ ലോകമെമ്പാടും വിശൃതമായി പടർന്ന് പല ഇങ്ങനെ പന്തലിച്ച് കിടക്കുന്ന മഹാസഭ തിരുസഭ. കത്തോലിക്കർ അവരറാവ് കത്തോലിക്കരാ ശരിയായ സഭ എന്ന. നമ്മൾ പെന്തിക്കോസുകാർ സഭയാണെന്ന് പറഞ്ഞാൽ അതുങ്ങൾ നല്ല തേമ്പും. അന്നേരം പാരമ്പര്യം അവകാശപ്പെടുക യാക്കോബ ഓർത്തഡോക്സുകാർ. അവർ പറഞ്ഞ അന്ത്യോക്യ, അവിടെ ആണെന്നല്ല ആദ്യം ക്രിസ്ത്യാനി എന്ന പേര് വന്നേ. സിംഹാസനമൊക്കെ അവിടെ ഉണ്ടെന്ന പുസ്തകം പഠിച്ചാൽ അതുങ്ങൾക്ക് ഒരു കൊരണ്ടി പോലും ഇല്ലായിരുന്നു. ആർക്കാ? അപ്പോസ്തലന്മാർക്ക്. അന്നേരം യവന്മാർ പറയാ അവിടെ സിംഹാസനം. ഈ പൊട്ടനൊക്കെ ഇനി എന്നാ ഇത് മനസ്സിലാകുന്നത്? നമുക്ക് നാളെ യോഗമില്ലല്ലോ, അതുകൊണ്ട് കാര്യം പറഞ്ഞിട്ട് പോയേക്കാം. എടാ, അന്ത്യോക്യയിലും സിംഹാസനമില്ലായിരുന്നു, വത്തിക്കാനിലും സിംഹാസനമില്ലായിരുന്നു. പുസ്തകം പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ഈ നാഴിക വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും ഉടുപ്പാനില്ലാതെയും കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും. അന്നേരം അന്ത്യോക്യയിലും വത്തിക്കാനതും അവിടെ ഇവിടെ ഒരു സിംഹാസനവുമില്ല, സ്റ്റൂളുമില്ല, കൊരണ്ടിയില്ല, ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു. യോടി അതില്ലയോ നിങ്ങൾ യോഗമെല്ലാം കഴിഞ്ഞേച്ച് വിശന്ന് പ്രാണം തല്ലിയായി നിങ്ങളിൽ പോകുന്നേ. നമ്മളൊക്കെ യോഗം നടത്തുമ്പം വിളിക്കുന്നവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. ഇപ്പോഴാണ് സന്ധ്യയ്ക്ക് അവിടെ ചെന്ന് എന്തെല്ലാം എടുത്ത് വെച്ചത്. എനിക്ക് വയ്യാഞ്ഞ കുഴപ്പമുള്ളായിരുന്നു. ഇപ്പോഴത്തെ യോഗങ്ങളൊക്കെ അങ്ങനെ. യോഗം നന്നായിട്ട് നടന്നില്ലെങ്കിലും ഭക്തരുടെ യോഗം ഞാനിക്കിമ്പം അതു ശക്തിയേറും ദൈവത്തിൻ കുടുംബം. ഭക്തരുടെ യോഗമെനിക്കിമ്പം അതു ശക്തിയേറും ദൈവത്തിൻ കുടുംബം. അതിൽ കർത്തൃമേശയോടാണ് നേരമുള്ളിൽ കുംഭം ഇന്നും കുംഭം. എത്ര നല്ല മിത്രം എനിക്കേജു പാരം അത്രയും വഹിപ്പതിനു പ്രാപ്തൻ. എത്ര നല്ല മിത്രം എനിക്കേജു പാരം അത്രയും വഹിപ്പതിന് പ്രാപ്തൻ. പാട്ട്
അതെല്ലാം അങ്ങ് ലോപിക്കുക. അപ്പോൾ യേശു ക്രിസ്തു ആമേൻ സ്തോത്രം നിത്യനും നീതിമാനും വിശുദ്ധനും. അപ്പൊ ഇതുങ്ങള് ഈ ആരംഭ സമയത്ത് വേലയുടെ സമയത്തൊക്കെ പട്ടിണിയും പൈത യേശുവിന് വരെ വിശന്നില്ലയോ? അത്തിയെ നോക്കി ദാഹിച്ചില്ലേ? അതില്ലയോ സഹോദരി ഉപയോഗിച്ചത്? വെള്ളം തരാൻ പറഞ്ഞേ. വിശന്നില്ലേ? ആരംഭകാലത്ത് ശിഷ്യന്മാരും അങ്ങനെ ആയിരുന്നു. അതാ പൗലോസ് വളരെ തിട്ടമായിട്ട് ലൂക്കോസും പൗലോസും ഒക്കെ വെളിപ്പെടുത്തി. ഈ നാഴിക വരെ ഞങ്ങൾ, ബഹുവചനമാ എഴുതിയ പൗലോസ് മാത്രമല്ല, ശേഷമുള്ള മുഴുവൻ അപ്പോസ്തലന്മാരും വിശന്നും ദാഹിച്ചും കുത്തുകൊണ്ടും ഉടുപ്പാനില്ലാതെയും. നമുക്കൊക്കെ അന്ന് ഇഷ്ടം പോലെ ഉടുക്കാനുണ്ട്. എനിക്കന്ന് ഇഷ്ടം കണ്ടമാനമാണ്. സ്തോത്രം, ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക്. അവർക്ക് ഉടുപ്പാൻ പോലും ചൊവ്വിനെ ഇല്ലായിരുന്നു. അന്നേരം പറയുക പത്രോസിൻ്റെ തുണിയുടെ അല്പം അവിടെ ഒരു സ്ഥലത്തിരിപ്പുണ്ട്. ഉടനെ എല്ലാം കൂടെ അങ്ങോട്ട് പോയി പത്രോസിൻ്റെ. അന്നേരം പൗലോസിൻ്റെ റൂമാലിൻ്റെ അറ്റ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന്. ഇതുമായിട്ട് ഇങ്ങനെ മൊത്തം മട്ടിനൊക്കെ എന്നാ ചെയ്യാൻ? പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് ഉടുപ്പാൻ പോലും ഇല്ലായിരുന്നെന്ന്. ഉടുതുണിക്ക് മറുതുണിയില്ലായിരുന്നു. അതായിരുന്നു ആരംഭത്തിലെ വേല. അപ്പൊ ചെല്ല് പറയുന്നത് ഇതൊന്നും സഭയല്ല, അന്ത്യോക്യ അതിൻ്റെ കീഴിലുള്ളതാ ശരിയായ സഭയെന്ന്. യാക്കോബ ഓർത്തഡോക്സുകാരുടെയൊക്കെ വാദം അങ്ങനെയാണല്ലോ. മാർത്തോമാക്കാർ പറഞ്ഞത് ശരിയായ സഭ മാർത്തോമാ സഭയാണ്. യാക്കോബായി നാ പോന്നെങ്കിലും അവർ പറഞ്ഞ മാർത്തോമാ സഭ. എബ്രഹാം മൽപ്പാനെ പാലാകുന്നത്തെ ഉണർവുണ്ടായി. മാളിക കല്ലിശ്ശേരിലൊക്കെ ഞാൻ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഉണർവൊക്കെ ഉണ്ടായി. ശരിയായ സഭ മാർത്തോമാ സഭയാണ് അവരുടെ വാദം. അപ്പം അവരെ കണ്ടിച്ചോണ്ട CMS CSI ആംഗ്ലിക്കൻ സഭകൾ അവർ നന്നായിട്ട് സുവിശേഷം അറിയിച്ചവരാ. അവർ പറഞ്ഞ ശരിയായ സഭ CSI. അപ്പം വേറൊരു ഗ്രൂപ്പുകാർ പറഞ്ഞ ഇതൊന്നും സഭയല്ല, സാൽവേഷൻ ആർമി സ്റ്റാറുമൊക്കെ അടിച്ചു നിൽക്കുക. പിന്നെ അവർ പറഞ്ഞ് ഞങ്ങളാ ശരിയായ സഭയെന്ന്. ഓരോരുത്തരങ്ങ് വാദിക്കുക. ഇതിനെല്ലാം തകർത്തേച്ച ബ്രദറൻകാർ വന്നേക്കുന്നത്. ശരിയായ സഭ, ബ്രദറൻ സഭ, സഹോദര സഭ, ഇതാണ് സാക്ഷാൽ സഭ എന്ന അവരുടെ വാദം. അപ്പോൾ ഇവരെല്ലാം നല്ല കണക്കിന് കൊടുത്തേച്ച പെന്തിക്കോസുകാർ ഇതൊന്നും സഭയല്ല ശരിയായ സഭ. ശരിക്കും പറയത്തില്ലേ ബെന്തിക്കോസ്? ഇതിനും വേണ്ട വേഗാൻ ഇനി എന്നെ എന്നാ ബെന്തിക്കോസ്. ഇന്നാളൊരു നോട്ടീസ്, നമ്മുടെ നോട്ടീസ് അല്ല, വേറെ പെന്തിക്കുസ്ത എഴുതിയതങ്ങ് വായിച്ചതുള്ളൂ, പെന്തിക്കുസ്ത. അപ്പം എൻ്റെ കൂടെയുള്ള പറഞ്ഞ മിക്കവാറും കുസ്തി ആയിരിക്കും. അപ്പം ബ്രദറൻ സഭക്കാർ പറഞ്ഞ് ശരിയായ സഭ ബ്രദറൻ സഭയാണ്. പെന്തിക്കോസ് വരുന്ന ഇതൊന്നും സഭയല്ല ശരിയായ സഭ പെന്തക്കോസ്. പെന്തക്കോസിൽ തന്നെ ഉണ്ട്. അത് പറയുന്നത് ഞങ്ങളാണ് ശരിയായ സഭ, ദ പെന്തക്കോസ്ത്. ഓരോരുത്തരെ അവർ ഉൾപ്പെട്ട് നിൽക്കുന്നതാണ് ശരിയായ സഭയെന്ന്. എന്നാൽ ഈ വേദപുസ്തകം എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാ സഭ. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ. സ്തോത്രം. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. നീ പകലോ മറ്റത്ത് ജനിച്ചതോ ശങ്കരിപുരിയിലെയോ കാളികാവിലെയോ കുന്തത്തിലെയാന്നും പറഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, മെത്രാനുണ്ട്, ആമൻ സ്തോത്രം, തിരുമേനി, ഞങ്ങളുടെ ഉപ്പാപ്പൻ, അതൊക്കെ നല്ല കാര്യം. സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ രക്ഷിക്കപ്പെടണം. കുരിശൻ തൊട്ടിക്ക് സ്ഥലം കൊടുത്തത് ഞങ്ങളാ, അതൊന്നും തല്ലിപ്പൊളിക്കേണ്ട, അവിടെ ഇരിക്കട്ടെ. പക്ഷേ സ്വർഗത്തിൽ പോകണമെങ്കിൽ കുരിശൻ തൊട്ടിയുടെ പേര് പറഞ്ഞ് കൊണ്ടുപോവുകയല്ല, നീ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ അപ്പച്ചൻ ആ സെൻട്രൽ പാസ്റ്റ്, പുള്ളിയുടെ കാര്യം തന്നെ ഇപ്പം പരിവക്കേടി നിൽക്കുക. സ്തോത്രം. അപ്പച്ചൻ പാസ്റ്റർ ആയതുകൊണ്ടോ അപ്പച്ചൻ സെൻട്രൽ പാസ്റ്റർ ആയതുകൊണ്ടോ സഭയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകുകയല്ല. ഉപദേശമാക്കി ചോറും കഞ്ഞി എല്ലാം വെച്ച് കൊടുത്ത് നല്ല കാര്യം, സ്വർഗത്തിൽ പോകുകയല്ല. സ്വോത്രകാഴ്ച കിട്ടാനും സ്വർഗത്തിൽ പോകുകയല്ല. അവൻ സഭയ്ക്ക് 10 സെന്റ് സ്ഥലം കൊടുത്തു, ചെല്ല് 10 കൊടുക്കുകയല്ല, 5 കൊടുക്കുകയുള്ളൂ, ഒണ്ടേലും കൊടുക്കുകയല്ല. പിന്നെ ഞെരങ്ങി വേണം ഹോളിനകത്തോട്ട് കയറാൻ. എന്നാൽ കൊടുക്കുമ്പോൾ ഒരു 15 അങ്ങ് കൊടുക്കുക, അതില്ല. അതെല്ലാം കൊടുത്തല്ലോ, അത് കൊടുത്തത് കൊണ്ട് സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം.
മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു വഴി, ഒരേ ഒരു മാർഗം, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. അതാണ് സഭ. ആ സഭയെ ചേർക്കാൻ യേശു വീണ്ടും വരും. ആ സഭയ്ക്ക് ക്വാളിറ്റി ഉണ്ട്. സഭയുടെ അടുത്ത നടപടിക്രമം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അല്ലാതെ യേശുനാമത്തിൽ മുങ്ങി വെച്ച് വിടുതലാന്നും പറഞ്ഞ് നടന്നാലൊന്നും അംഗീകരിക്കുകയല്ല. യേശുനാമത്തിൽ മുങ്ങി വെച്ച് പിന്നെ ഞാൻ മുങ്ങുകയും ചെയ്തു. ഒത്തിരി പേര് വേറെ പുസ്തകത്തിലെ പ്രമാണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടണം. യേശു അങ്ങനെ പറഞ്ഞത്. യേശുവിനേക്കാളും വലിയ പൊന്നുമോനൊന്നുമില്ലല്ലോ. യേശു അങ്ങനല്ലയോ പറഞ്ഞ്. എന്നെ ഒരു മനപ്രയാസം പോലെ എന്നെ പറ്റി ഇത് പറയാനല്ലേ എന്നെ വിളിച്ചേ? പിന്നെ എന്നെ പറ്റി ഇത് പറയാനല്ലേ എന്നെ വിളിച്ചേ? പിന്നെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്ന്. അതുകൊണ്ടും തീർന്നില്ല, ആത്മസ്നാനം പ്രാപിക്കണം. ഇതാരുടെ കുത്തകയല്ല, ദൈവത്തിന്റെ ദാനമാണ്. ഇത് പെന്തിക്കോസുകാർ കണ്ടുപിടിച്ചതല്ലെന്ന്, ദൈവത്തിന്റെ ദാനമാണ്. ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തം മേലിരുന്ന് പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചാൽ സകല കെട്ടുപൊട്ടും. അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുക. സകല ബന്ധനങ്ങളെ അടിക്കുന്ന ദൈവശക്തി, ദൈവാത്മാവിന്റെ വ്യാപാരം, ദൈവത്തിന്റെ മഹത്വം. ഇന്ന് രാത്രി നീ വന്നതുപോലെ പോകരുത്. ആത്മശക്തിയാൽ, ദൈവാത്മ വ്യാപാരത്താൽ ശരീരത്തിലും മനസ്സിലും നിന്റെ കുടുംബത്തിലും ഇന്ന് രാത്രി ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. സകല കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടട്ടെന്ന്. ആപചാരത്തിന്റെ ശക്തികൾ, മന്ത്രവാദത്തിന്റെ ശക്തികൾ, ദേശാധിപതികളുടെ പോരുകൾ ഇന്ന് രാത്രി അഴിയട്ടെ.
ഇന്ന് രാത്രി ദുഷ്ട വ്യാപാരങ്ങൾ അടിയും. ഇതൊരു ആത്മ പകർച്ചയാ. നീ വന്നതുപോലെ ദൈവം നിന്നെ വിടത്തില്ല. അംശജാല വൈഡമാന ദൈവശക്തി വ്യാപരിക്കട്ടെ. ബന്ധനങ്ങൾ ഇന്ന് രാത്രി അടിയട്ടെന്ന്. നിന്റെ ശരീരത്തെ ബന്ധിച്ച ബന്ധനം, നിന്റെ കുടുംബത്തിൽ ബന്ധിച്ച ബന്ധനം, നിന്റെ തലമുറകളെ ബന്ധിച്ച ബന്ധനം ഇന്ന് രാത്രി ദൈവാത്മ ശക്തിയിൽ ദൈവശക്തി, ദൈവശക്തി, ദൈവകൃപ, 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 ദൈവത്തിന് മഹത്വം. ശരീരത്തിലും മനസ്സിലും കുടുംബത്തിലുമൊക്കെ ദൈവിക വിടുതൽ വെളിപ്പെടട്ടെ. ശുശ്രൂഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകട്ടെ. ആത്മമണ്ഡലങ്ങളിൽ വ്യത്യാസം വെളിപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ, വേർപാട് പാലിച്ച ദൈവമക്കൾ, പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മ ആചരിക്കുന്ന ദൈവമക്കൾ, തിരുമേശി എടുക്കുന്ന ദൈവമക്കൾ, പ്രാർത്ഥന കഴിക്കുന്ന ദൈവമക്കൾ, ഈ വിധത്തിൽ നിൽക്കുന്ന ദൈവമക്കളെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിക്കുക. നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിക്കരുത്. ഈ വചനം കൊണ്ട് ആശ്വസിക്ക്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശിയെടുത്ത് പ്രാർത്ഥന കഴിച്ച് ഓരോ ദിവസവും മാനസാന്തരപ്പെട്ട് നോക്കി നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു മടങ്ങി വരും. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിക്കുക. സ്തോത്രം. യേശു വീണ്ടും വരുമെന്ന് നമ്മൾ ഉറപ്പ്. ഒന്ന്, യേശു പറഞ്ഞാച്ചാ പോയത്. ഞാൻ നിങ്ങൾ പ്രത്യക്ഷമായി അവരെയെല്ലാം വിളിച്ചു കൂട്ടി ബഥാന്യെ കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തു. അന്ത്യകൽപ്പന മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തലപ്രവൃത്തി 1 ചേർത്ത് പഠിച്ചാൽ അന്ത്യകൽപ്പന കൊടുത്ത് അവർ നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് മേപ്പോട്ട് പോയി. പോകുന്നതിന് മുന്നേ അവിടുന്ന് പറഞ്ഞായിരുന്നു സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. ഒരുക്കിയേച്ച് ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ സത്യമായി എന്നിലും നിത്യപിതാവിലും സത്യമായി എന്നിലും നിത്യപിതാവിലും സത്യമായി വിശ്വസിപ്പി സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ. അവൾ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. യേശു വീണ്ടും വരും. തെളിവ് യേശു പറഞ്ഞാ പോയത്. 2 ദൂതന്മാരും പറഞ്ഞു, നിങ്ങൾ എന്തിനാ മേപ്പോട്ട് നോക്കി നിൽക്കുന്നേ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവരായി കണ്ടതുപോലെ തിരിച്ചു വരും. അവിടെ ഒരു പ്രയോഗം കൂടെ പറയാം. വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ. അങ്ങനെ അപ്പം പെന്തിക്കോസുകാരോട് പറയാം, വെള്ളവസ്ത്രത്തിന് പ്രാധാന്യമുണ്ട്. കളറിന് വലിയ പ്രാധാന്യമില്ലെങ്കിൽ ഒന്നും മിണ്ടണ്ടായിരുന്നു. 2 പുരുഷന്മാർ പറഞ്ഞെന്ന് എഴുതിയാൽ മതിയായിരുന്നു. കളറുകൾക്കൊന്നും ഒരു പ്രാധാന്യമില്ലെങ്കിൽ 2 പുരുഷന്മാർ, 2 ദൂതന്മാർ പറഞ്ഞു, അങ്ങനെ എഴുതിയാൽ മതി. കളറുകൾക്ക് വേദപുസ്തകത്തിൽ അതിന് പ്രാധാന്യമുള്ളത് കൊണ്ടാണ് വെള്ള വസ്ത്രം, ചുമന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാരെന്നും അല്ലല്ലോ, മഞ്ഞ വസ്ത്രം ധരിച്ച 2 പുരുഷന്മാരെന്നും അല്ലല്ലോ, കറുപ്പുടുത്ത 2 പുരുഷന്മാർ അങ്ങനെയല്ലല്ലോ. പിന്നെ എങ്ങനെയാ? വെള്ളയ്ക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങൾ വേദപുസ്തകം മൊത്തം ഒന്ന് പരിധിക്കൂ, വെള്ളയ്ക്ക് വിശേഷതയുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോടൊക്കെ പറയും, കുറഞ്ഞ പക്ഷം സഭായോഗത്തിന് വരുമ്പോഴെങ്കിലും ഭരതനാട്യക്കാർ വരുന്നത് പോലെ വരാതെ, ഇപ്പം അത്ര പറയുന്നുള്ളൂ. സ്തോത്രം. കുറഞ്ഞ പക്ഷമെങ്കിലും യേശു വീണ്ടും വരും. വരുന്നതിൻ്റെ തെളിവ് യേശു പറഞ്ഞാ പോയത്. 2 ദൂതന്മാർ പറഞ്ഞു, അപ്പോസ്തലന്മാർ സാക്ഷി നിന്ന് വീണ്ടും പറഞ്ഞു.
വരുന്നതിന് തെളിവ്. അതിൻ്റെ പാട്ടാ അച്ചായൻ എഴുതിയത്. അതാ മുമ്പ് ഇവിടെ പാടിയത്. ആകാശ ലക്ഷണങ്ങൾ കണ്ടോ കണ്ടോ. പിന്നെ ക്ഷാമ കേട്ടോ. അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. വരുന്നതിന് ഒരു തെളിവ് യേശു പറഞ്ഞു. മഹത്വപ്രത്യക്ഷതയും കൂടെ ആസ്പദമാക്കിയ 24 പറഞ്ഞിരിക്കുന്നത് മത്തായി. എങ്കിലും പ്രയോഗം ഇതാ, നോഹയുടെ കാലം പോലെ. മനുഷ്യപുത്രൻ്റെ ആ കാലത്തിൻ്റെ പ്രത്യേകത: 1, ബോധിച്ചതുപോലെ നടക്കുന്നു; 2, അനുസരണം കെട്ട് നടക്കുന്നു; 3, ഗുണ്ടായിസം കാണിക്കുന്നു; 4, സ്തോത്രം, ദൈവത്തോടു കൂടെ നടക്കേണ്ടതിൻ്റെ പകരം വേറെ പലരുടെയും കൂടെ നടക്കുന്നു; 5, വഴി വിട്ട് നടക്കുന്നു. എല്ലാം വാക്യങ്ങളാണ്, എടുക്കാൻ നേരമില്ല. വഷളത്വം. ഇതുപോലായിരിക്കും മനുഷ്യപുത്രൻ്റെ വരവ്. വഷളത്വത്തിൽ നടക്കുമ്പോൾ തന്നെ ആരാധനയ്ക്ക് ഒരു പഞ്ഞു ഇല്ല. കാരണം 4-ാം അധ്യായത്തിൽ ഏനോശ് ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. എല്ലായിടത്തും ആരാധന തുടങ്ങുകയല്ലേ, നല്ലതാ. നമ്മൾ ചോദിക്കല്ലേ ഇപ്പോൾ എന്തോ ചെയ്യുന്നു? ഞാൻ പുത്തോളപ്പടിയിലെ ഒരു വർഷിപ്പ് തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എവിടാ? ഞാൻ പുത്തോളപ്പടി ഒരാൾ തുടങ്ങി. ഞങ്ങൾ സൈക്കിൾ മുക്കിൻ്റെ അവിടെ എല്ലാവരും അങ്ങ് തുടങ്ങുകയല്ലേ, നല്ലതാ, ഞാൻ എതിരൊന്നുമല്ല. എല്ലാവരും തുടങ്ങുകയല്ലേ. അങ്ങച്ചാനൊക്കെ എവിടാ? ഞങ്ങൾ വീട്ടിൽ തന്നെ അങ്ങ് തുടങ്ങി. ആരൊക്കെ ഉണ്ട്? ഞാനും അവളും ഉണ്ട്. പിന്നെ അപ്പുറത്തൊരു തള്ള വല്ലപ്പോഴും എത്തി നോക്കും. ശബ്ദം കേട്ടേ, നല്ലതാ, ഞാൻ എതിരല്ല. എല്ലായിടത്തും അങ്ങ് തുടങ്ങി. അങ്ങനെ അവിടെ എഴുതിയേക്കുന്നത്. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. നോഹയുടെ കാലമാണ്. എല്ലായിടത്തും ആരാധന തുടങ്ങുക. പുറകോട്ട് നോക്കിയ സമയമായില്ലയോ? ഞാൻ ഇപ്പം നിർത്താം. അച്ചായന് പ്രശ്നമൊന്നുമില്ല. അച്ചായൻ അവിടെ മര്യാദയ്ക്കിരിക്കുക. അപ്പം ശ്രദ്ധിച്ചേ, യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഒരു വശത്ത് ആരാധന കൊടുമ്പുരിക്കൊണ്ട് നടക്കുക. അപ്പോൾ തന്നെ ജനമെല്ലാം പ്രമാണം വിട്ടാ ജീവിക്കുന്നത്. ഇത് കണ്ടേച്ച് തമ്പുരാൻ പറഞ്ഞു, വെള്ളപ്പൊക്കം കൊണ്ട് കൊല്ലും, ചാകും. ഒരു പെട്ടകം പണിതോണം. 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം, ഏകമാം വാതായനം, 3 തട്ട്, പല കോഷ്ടം, സർജരസച്ച് ചാന്തുകൊണ്ട് ഇതെല്ലാം ക്രമപ്പെടുത്തണം. നെടുക വിളിച്ച് പറഞ്ഞോണം, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, വെള്ളം കുടിച്ച് ചാകാതിരിക്കാൻ പെട്ടകത്തിനകത്ത് കയറിക്കോട്ടെ. ഇത്രയും പറഞ്ഞാൽ മതി. അല്ല, തിയോളജി ഒന്നും അധികം ഇറക്കണ്ട. വെള്ളപ്പൊക്കം വരുന്നു, വെള്ളം കുടിച്ച് ആകാതിരിക്കാൻ കുഞ്ഞമ്മേ ഓടി വന്ന് ഇത്രയും പറഞ്ഞാൽ മതി. ജനത്തിലക്കാർക്കാകുമ്പോൾ കുറച്ച് കാര്യക്കാർക്ക് വെള്ളവും വെള്ളമൊക്കെ പരിചയമുണ്ടല്ലോ. നോഹ നെടുക നടന്ന് പ്രസംഗിച്ചു. ആരും ഗവനിച്ചില്ല. അന്നേരം പറഞ്ഞു, വട്ടാന്ന് പറഞ്ഞേക്ക്. കൊച്ചുങ്ങൾ കലിങ്ങി നിന്ന് പറഞ്ഞു, ചെറുകോല് പാലത്തിൻ്റെ കൈവരിയെ പിടിച്ചോണ്ട് നിന്ന്, ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ് കളവനെ. ഉറങ്ങാത്തൻ്റെ അതായി. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറുപറ പറയുന്നത് കുറയും. ഇയാളെന്തുവാടാ ഈ പാറപ്പുറത്ത് ചിരട്ട ഇട്ടുരയ്ക്കും പോലെ കറാപിറാന്ന് വട്ടാന്ന് അതായി പറഞ്ഞത്. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചറുപറ പറയുന്നത് കുറയും. കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഇയാൾ തൊണ്ട വിണ്ടുറളിനാൽ ഉണ്ടാമോ ജലപ്ലാവം, വെള്ളപ്പൊക്കം. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ? തലച്ചോറൊന്നുമില്ലടാ, വട്ടനാ. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ? മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലത് ഉണ്ടാകും. മിണ്ടാതിനി. വട്ടനാടാ, പറഞ്ഞിട്ട് കാര്യമൊന്നും. ആ ഡ്രസ്സ് കാണും പറയാമല്ലോ മുഴുവട്ടാന്ന്. ഈ വന്ന കാലത്ത് കൊച്ചുങ്ങൾ വല്ല ഇങ്ങനെ നടക്കുമോ? വട്ടാടാ. പിന്നെ ശബ്ദം കേൾക്കുമ്പോൾ അറിയാമല്ലേ മുഴുവട്ടാന്ന്. നീ വട്ടാന്ന് പറഞ്ഞു, അവസാനം നീ വട്ടം കറങ്ങുമ്പം നീ പഠിച്ചോളൂ. വട്ടം കറങ്ങാതിരിക്കാനാണ് ഇന്ന് രാത്രി നിന്നോട് പറഞ്ഞത്. പെട്ടകത്തിനകത്ത് കയറിക്കോണം.
വിസ്തരിക്കുന്നില്ല, സമയം പോയത് കൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. എല്ലാവരും ഒന്നും കയറിയില്ല. നോഗ പ്രസംഗിച്ച കുടുംബക്കാരകത്ത് കയറി, അത് മതി. ഇടജാതിയും മൃഗജാതിയും പറവജാതിയും എല്ലാം കയറി. മനുഷ്യജാതിയിൽ 8 എണ്ണം കയറി. ബാക്കി മുഴുവൻ പരുവക്കേടാ. ദൈവം വന്ന് വാതിൽ അങ്ങടച്ചു. അകത്തോട്ട് കയറിയ ആൾക്കാരുടെ ലിസ്റ്റൊക്കെ സൈമൺ സാറ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും അങ്ങോട്ട് ചൊല്ലിപ്പിടിപ്പിക്കാൻ ഒക്കത്തില്ല. കയറിയ ലിസ്റ്റ്: നോഗിന്റെ തനയരാം യാബേത്തും ശേമും ഹാമും. നോഗിന്റെ തനയരാം, പിള്ളാരെ, നോഗിന്റെ തനയരാം യാബേത്തും ശേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും. പെങ്കൊച്ചുങ്ങളെല്ലാം കയറി. അച്ചാച്ചാ ഞങ്ങളും വരുന്നെന്ന് പറഞ്ഞു. വിശ്വസിച്ച് കയറി. അന്നോ വിശ്വസിക്കാറാന്നതിന് കൊച്ചുങ്ങൾ അകത്ത് കയറി. നോഗിന്റെ തനയരാം യാബേത്തും ശേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഗിന്റെ പക്കിനിയും. 8 പേരെ. വീടിന് കാവൽ നിൽക്കും കുക്കുരം, പട്ടി പെട്ടകത്ത് കയറി. പാപ്പച്ചൻ ഇതുവരെ കയറിയിട്ടില്ല. പാപ്പച്ചന്റെ പട്ടി ഡോണ്ണി എന്നാ പാപ്പച്ചൻ്റെ പട്ടി വാലാട്ടി. പാപ്പച്ചൻ ചോറ് കൊടുത്ത പട്ടി പെട്ടകത്ത് കയറി. പാപ്പച്ചൻ ആ ചോറും പാത്രമായിട്ട് വെള്ളം കുടിക്കുക. പാപ്പച്ച, ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയാ യോഗം. ഇന്ന് രാത്രി നിനക്ക് വേണ്ടിയാ യോഗം. നിന്റെ പട്ടി ഇതിനകത്ത് കയറി. വാതിൽ തുറന്നു കിടക്കുക. നീയും വന്ന് കയറിക്കോണം. വീടിന് കാവൽ നിൽക്കും കുക്കുരം, മാർജരങ്ങൾ, ആടുമാടുകൾ, കന്നുകാലികൾ ഇത്യാദിയും വീട്ടിലെ മൃഗങ്ങളാം. ആ കാട്ടിലെ മൃഗങ്ങളാം കേസരി. മറ്റതെല്ലാം വീട്ടിലെ. കാട്ടിലെ മൃഗങ്ങളാം കേസരി, ദന്താവളം, കാട്ടുപോത്തുക്കൾ, കരിമ്പുലി, കോലവും ശാദൂരശീലമാം പുള്ളിപ്പുലിജാലവും അർത്യമർത്യ രൂപികൾ, തുള്ളിയോടിടും പുള്ളിമാനോട് മുള്ളൻ പന്നി കയറി. തുള്ളിയോടിടും പുള്ളിമാനോട് മുള്ളം പന്നി വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി. പേര് കേൾക്കുമ്പോൾ അറിയാം. നെറോ കരിമന്തി അകത്ത് കയറിയെന്ന് മദാമ്മ ഇതുവരെ കയറിയിട്ടില്ല. വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി ആളുങ്ക് അണ്ണിപ്പിള്ള ഓന്ത് പറയണയെല്ലാം കൂടെ കയറിയെന്ന്. അളുങ്കു അണ്ണിപ്പിള്ള അരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ, തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോഴി. തത്തകൾ, പലതരം ഞാറകൾ, കുളക്കോഴി, നത്തോട്, പൊന്മാൻ, മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും ഒക്കെയും പോതം പെട്ടകം. ഇന്ന് രാത്രി ഞാൻ ചൊല്ലിവിട്ടത് പെട്ടകത്തിന്റെ വാതിൽ തുറന്നു കിടക്കുക. 5 പൈസ കൊടുക്കണ്ട, അരക്കാശ് മുടക്കണ്ട. ഇന്ന് രാത്രി ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ നീ വന്ന് കേറ്. നിനക്കും നിന്റെ കുടുംബത്തിനും രക്ഷയാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ പരാമെന്ന് വാതിലങ്ങ് അടച്ചു. പെട്ടകം പണിത ആചാരി ആമൻ തടിയിറക്കാൻ പോയ ആമൻ ആളും സകലയുണ്ടോ വെള്ളം കുടിച്ച് യാകുക. വർഷിപ്പ് ചെയ്തവരെല്ലാം വീട്ടിലെ ആരാധന നടത്തിയവരും ആ ബിൽഡിങ്ങിൻ്റെ മണ്ടേ ടിൻ ഷീറ്റ് ഇട്ട് അതിൻ്റെ മേളിൽ ഓർഗണ്ട് വായിച്ച് ഡാനിമോനും എല്ലാം അവനാ പറഞ്ഞ പോരാ ഒരിക്കൽ കൂടി പോരാ. അവനും വേണ്ട വെള്ളം കുടിക്കുന്നു. സ്തോത്രം. അന്നേരം 2 മുടി മുന്നോട്ടിട്ട് പാടിയ ലില്ലി, അവളാ പാടിയത് ലോകം മിന്നിക്കൂ വേണ്ട. അവൾ വേണ്ട വെള്ളം കുടിച്ച് അവൾ ഒന്ന് കുടിച്ചേച്ച് പൊങ്ങിയപ്പോൾ മുടി കയറി വായി കയറി. അതാണ് പിന്നെ കുടിക്കാൻ പറ്റില്ല. അവളും മുങ്ങി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുക. 5 പൈസ നീ മുടക്കണ്ട. ആ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കയറ്. യേശുക്രിസ്തു മാത്രമാ ദൈവം. യേശുക്രിസ്തു മാത്രമാ സത്യദൈവം. മറ്റൊരുത്തലും രക്ഷയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ചോദ്യം ചോദിച്ചങ്ങ് നിർത്താം. അവൻ വാതിലടച്ചു. വെള്ളം താഴത്തെ ഉറവേ മേളിലത്തെ ഉറവേ.
പണ്ട് ഇപ്പോൾ ഓർക്കുന്നു, കുമ്പനാട്ട് കൺവെൻഷന് പ്രസംഗിച്ചപ്പം പാസ്റ്റർ MB വർഗീസ് അവർകൾ മേക്കാട്ട് ബേബിച്ചാൻ, അന്ന് നമ്മുടെ സുനാമിയുടെ സമയത്ത് അച്ചാനാണ് അന്ന് പ്രസംഗിച്ചത്, ഉദ്ഘാടനത്തോട് ബന്ധപ്പെട്ട്. മനുഷ്യൻ ഓർക്കുന്നുണ്ടായിരിക്കും. പ്രസംഗിച്ച് വന്നപ്പം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നും വാക്യം വായിച്ച് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്നും വായിച്ചു. അപ്പം ബേബിച്ചാൻ പറഞ്ഞു അടുത്ത വാക്യം വായിക്കാൻ പറഞ്ഞപ്പം വായിച്ച ആ സഹോദരൻ പറഞ്ഞു, താമാർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ബേബിച്ചാൻ ചോദിച്ചു, ഇപ്പം എന്തിനാ അവൾ ഇങ്ങോട്ട് വരുന്നെന്ന് ചോദിച്ചു. വെള്ളം ഉറവ തുറന്ന കാര്യമാണ് ബേബിച്ചാൻ പറഞ്ഞത്. അപ്പം ഇവൻ തെറ്റിയപ്പം 38 ഉൽപ്പത്തി 38 ഇയ്യോബ് 38 വായിക്കാനാണ് അച്ചായം പറഞ്ഞത്. അപ്പോൾ അവൻ വായിച്ചു കൊടുത്ത് താമാർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ ചോദിച്ചു, അതിന് താമാർ ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വരുന്നെന്ന് ചോദിച്ചു. ഉറവയെല്ലാം ദൈവം തുറന്നെന്ന്, മേളത്തതും താഴത്തതും വെള്ളം കുടിച്ച് മുഴുവനെണ്ണവും ചത്ത്. ചോദ്യം ഇതാ, രക്ഷപ്പെട്ടത് എത്ര? 7 ഏഴെന്നാരാ പറഞ്ഞത്? ആരോ അവിടെ 7 എന്നാൽ എനിക്ക് തിരിഞ്ഞെന്നായിരിക്കും 7. അതാ എനിക്കല്ലേലും ഇച്ചിരി കുഴപ്പമുണ്ട്. രക്ഷപ്പെട്ടത് 8 പേര്. 8 പേര് മാത്രം വെള്ളം കുടിക്കാതെ രക്ഷപ്പെട്ടു. ഈ പ്രൈസ് ആൻഡ് വർഷിപ്പും ആരാധനയും ഞാൻ എന്നെ കൂടെ പ്രതിയാക്കി കൺവെൻഷന് പ്രസംഗിച്ച പുള്ളിയും തീ ഇറക്കിയ പുള്ളിയും ആ തീ ഇവിടെ കത്തട്ടെ, അവനും വെള്ളം കുടിക്കുക. പോരാ, ഒരിക്കൽ കൂടെ അവനും വെള്ളം കുടിക്കുക. ആ കരങ്ങൾ വീശിയ പുള്ളി, വീശിപ്പിച്ച പുള്ളി എല്ലാം വെള്ളം കുടിക്കുക. അകത്ത് കയറിയത് പ്രമാണത്തിൽ നിന്ന 8 എണ്ണം. ആ പ്രമാണം നീളം 300, വീതി 50, പൊക്കം 30, 3 തട്ട്. ഇതൊക്കെ അതിൻ്റെ പ്രമാണം, വ്യാഖ്യാനിക്കുന്നില്ല. ആ പ്രമാണപ്രകാരം പണിത് ഇതിനകത്ത് ഒറ്റ വാതിൽ, അത് ക്രിസ്തുവാകുന്ന വാതിൽ. ആ വാതിലിനകത്തൂടെ അകത്ത് കയറി 8 എണ്ണം രക്ഷപ്പെട്ടു. പ്രമാണമില്ലാതെ എൻ്റെ ഭാഷ കുഴ തെറ്റിപ്പോയത് മുഴുവൻ ആരാധിച്ച മുഴുവനെണ്ണവും വെള്ളം കുടിച്ച് ചത്തു. ഇതുപോലെ മനുഷ്യപുത്രൻ്റെ വരവിലുണ്ടാകും. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാ, ഓർഗൻ വായിച്ച് കൺവെൻഷന് ഞാൻ പ്രസംഗിച്ചു. ഞാൻ ശിവപ്പാസ്റ്ററുടെ ഹൈ പിച്ച് പാടി, ഷിജു വന്ന് മൃദംഗം അടിച്ചു, മൃദംഗം വായിച്ചു. അവനെ കൊട്ടുകയും കിക്കീന്ന് ഇരിക്കുകയും ചെയ്യുക. ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ഇതെല്ലാം കഴിഞ്ഞ് അവനെ ഇതെല്ലാം കൂടെ പിടിപിടി നടിച്ച് നല്ലതാ എന്നോർത്ത് ഞാൻ അടുത്ത പാട്ട് പാടുമ്പോൾ അടിക്കാതെ വായിക്കാതെ ഇരുന്നാൽ അത് വേറെ കേസ്. ഇതെല്ലാം ചെയ്തേച്ചേ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവര് ഇത് അവിടെ മാവേലിക്കര പേരെന്നാ വിശ്വാസിയല്ലയോ? അതെ, ഇതെല്ലാം ചെയ്തേച്ച് നരകക്കൂടി പോകരുത്. ഞാൻ സഹിതം വീഡിയോ എടുക്കുന്ന നമ്മുടെ സൈക്കിൾ ബാബിച്ചാൻ്റെ മോനെ ആലോചിച്ചാൽ ഞങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ പുള്ളി നല്ല കാര്യം ഇനിയും ചെയ്തോണം, കാശ് തന്നാലും തന്നില്ലേലും ഇതെല്ലാം ചെയ്തോണം. റെയ്ജാനെ ഞങ്ങളുടെ സഭയെ കനമുള്ള ആളാണ്. നമ്മൾ രണ്ടും സമശിക്ഷാവിതല, എന്നിട്ടും പഠിക്കുന്നില്ലെന്ന പുസ്തകത്തിലെ വാക്യം. നീയുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം നല്ല കാര്യം. ഇതെല്ലാം ചെയ്തേച്ച് ആരും വെള്ളം കുടിച്ച് ചാകരുത്. സകലയൊന്നോ നിത്യത കാണണം. ഒരു കുഞ്ഞുങ്ങൾ പോലും കൈവിടപ്പെട്ടു പോകരുത്. യേശു വരാറായി. അതാണ് ഒരു മടങ്ങി വരവ്. കർത്താവ് മടങ്ങി വരും. 2 ആശ്വസിക്കേണ്ടത് ഒരു ഉയർപ്പുണ്ട്. ഉയർപ്പ് അതാരാന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയർത്തു വരും. അത് പുത്തൻ ശരീരത്തോടാ. ക്യാൻസർ പിടിച്ച്, ബ്രെയിൻ ട്യൂമർ പിടിച്ച്, അസ്ഥി തേയ്മാനമുണ്ടായി അങ്ങേയറ്റം പറ്റി ശരീരത്തിൽ മാംസമൊന്നുമില്ല. അസ്ഥി ദ്രവിച്ച് ഓപ്പറേഷൻ ചെയ്ത് കാല് മുറിച്ച്, കൈ മുറിച്ച്, അല്ലെങ്കിൽ അവയവങ്ങൾ നഷ്ടപ്പെട്ട് കണ്ണിന്റെ കാഴ്ചയെല്ലാം പോയി പല വിധത്തിൽ ആ വിശുദ്ധന്മാർ പലരും അഗ്നിക്കരയായവർ അവരെല്ലാം മൺമറഞ്ഞു. പക്ഷേ ഉയർത്തു വരുമ്പോൾ അങ്ങനൊരു ശരീരത്തോടല്ല. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും അർത്ഥ്യമായ അമർത്യത്വം ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും അർത്ഥ്യമായത് അമർത്യത്വം ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്ന വചനം നിവൃത്തിയാകും. ആമേ സഹോദരന്മാരെ, സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. പക്ഷികളുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ, മൃഗങ്ങളുടെ മാംസം വേറെ. ഭൗമ ശരീരങ്ങളുമുണ്ട്, സ്വർഗീയ ശരീരമുണ്ട്. ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ, സ്വർഗീയ ശരീരത്തിന്റെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രം തേജസ് കൊണ്ട് ഭേദമുണ്ട്. മരിച്ചവരുടെ പുനരുത്ഥാനം അങ്ങനെ തന്നെ. ബലഹീന ശരീരത്തോടാ നിന്നെ മണ്ണിനെ ഏൽപ്പിച്ചത്, പക്ഷെ ഉയർത്തു വരുന്നത് പുത്തൻ ശരീരത്തോടാ. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിക്കേ.
ഒന്ന്, യേശു മടങ്ങി വരും, ആശ്വസിക്കേ. രണ്ട്, ഒരു പുത്തൻ ശരീരത്തോടെ ക്രിസ്തു ഭക്തന്മാർ ഉയർത്തു വരും, ആശ്വസിക്കേ. മൂന്ന്, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം ഉണ്ടാകും. ഈ രൂപമെല്ലാം മാറുമെന്ന് സന്ധ്യയ്ക്കും കണ്ണാടി നോക്കിയ ചരിശം കയറി ഇറങ്ങി വന്നേ. ആ നോട്ടം ഇരിപ്പം കാണുമ്പോൾ അറിയാം. അതുകൊണ്ട് ഒരുമാതിരി കാണാൻ ഒരുമാതിരി ചൊവ്വുള്ളവരെ കാണുമ്പോൾ അരിശവും കലിപ്പുക. അവിടെ ഒരു പാക്ക്, നീ അരിശം കയറുകയും മടക്കുണ്ടാക്കുകയൊന്നും വേണ്ട. കാകളം അങ്ങോട്ട് തൊനിക്കുമ്പം ഈ രൂപം മാറും, രൂപാന്തരം ഉണ്ടാകും, തേജസ്സിൻ്റെ ശരീരം. അങ്ങനെ രണ്ടു കൂട്ടരും കൂടി ഒന്നിച്ച് കർത്താവിനെ എതിരേൽക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിക്കണം. ഒടുവിലായിട്ട് പറഞ്ഞു നിർത്താം. നരകമുണ്ട്, സ്വർഗമുണ്ട്. ചാകാത്ത പുഴുവും കെടാത്ത തീയും നരകത്തിലുണ്ട്. പുതപ്പും വിരിപ്പുമെല്ലാം പുഴുവും കൃമികളുമാണ്. അവിടെ ചെന്ന് പെടരുത്, സ്വർഗത്തിൽ വരണം. അതിനുള്ള മാർഗമാണ് പറഞ്ഞു തന്നത്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അമ്മേ, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ആരുമില്ലെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ മുക്കാം. എനിക്ക് കുട്ടനാട്ടായതുകൊണ്ട് എനിക്ക് പരിചയമുണ്ട്. അതിൻ്റെ പരുവത്തിന് ഞാൻ മുക്കാം. ഇപ്പോഴാണെ വെള്ളവുമുണ്ട്, വെള്ളത്തിൽ മുങ്ങണം. സ്തോത്രം. അഭിഷേകം പ്രാപിക്കണം. അഭിഷേകം പ്രാപിക്കണം എന്നൊക്കെ ഞാൻ പറയുമ്പം കണ്ണിക്കാനൊക്കെ ഇഷ്ടം പോലെ. ഞാൻ അവിടെ ഇരുന്ന് കണ്ണീര് പോയി പണി നോക്ക്. സ്തോത്രം. അഭിഷേകം പ്രാപിച്ച ആത്മാവിൽ നിറയുക. ഇവിടെ വേർപാട് പാലിക്കണം, തിരുമേശി എടുക്കണം, കൂട്ടായ്മ ആചരിക്കണം. അവരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവേൻ. ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിക്കാം.